പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, സഹകാരി റൈസ് പ്ലസ് ഇനി മുതൽ PSCയിലും നിങ്ങൾക്കൊപ്പം. നോക്കിയേ, ജനറൽ PSCയിൽ ധാരാളം പരീക്ഷകൾ വർഷാവർഷങ്ങൾ നടക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പരീക്ഷകളാണ് നമ്മുടെ 10th മെയിൻസ് അല്ലെങ്കിൽ നടത്താറുണ്ട്. അതുപോലെ തന്നെ +2 മെയിൻസ് നടത്താറുണ്ട്. പിന്നെ അതുപോലെ ഡിഗ്രി മെയിൻസ് നടത്താറുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാ മേഖലകളിലും ധാരാളം ടെസ്റ്റുകളും പിന്നെ അതേപോലെ ഓരോരോ കാറ്റഗറിയിൽ ചിലതിന് പ്രിലിമിനറി ഉണ്ട്, ചില പരീക്ഷകൾക്ക് മെയിൻസ് ഉണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഡിഗ്രി മെയിൻസിനെല്ലാം പ്രിലിമിനറി മെയിൻസ് ബേസ്ഡ് ആണ് ടെസ്റ്റുകൾ നടത്തുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ +2 മെയിൻസ് അല്ലെങ്കിൽ +2 മെയിൻസ് നടത്തുന്ന ചില പരീക്ഷകളിൽ പ്രിലിമിനറി ഉണ്ട്. ഫോഴ്സിലൊന്നും ഇപ്പോൾ പ്രിലിമിനറി ഇല്ല. 10th മെയിൻസിനെല്ലാം പ്രിലിമിനറി വരാറുണ്ട്, ചിലതിന് പ്രിലിമിനറി വരാറില്ല. അപ്പോൾ അത്തരത്തിൽ PSCയിൽ ഇനി മുതൽ സഹകാരി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ വിജയം വരെ ഒപ്പം കാണും. അപ്പോൾ നിങ്ങൾ വരുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ സോഴ്സുകൾ എവിടെ നിന്നാണ് PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് അത് നിങ്ങളുടെ മുന്നിൽ പ്രൂഫ് സഹിതമായിട്ട്, അതായത് സ്കൂൾ ടെക്സ്റ്റിൻ്റെ എവിടെ നിന്നാണ് ഏത് ഭാഗത്തു നിന്നാണ് കൂടുതലും ചോദിക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് തന്നെ വളരെ പ്രമുഖരായിട്ടുള്ള അധ്യാപകർ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ്സുകൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ അത്തരം ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ വിജയം ഉയർന്ന റാങ്കുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടോപ്പിക്കുകളിലും അതുപോലെ തന്നെ റാങ്കുകളിലേക്ക് ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് പഠിക്കണം. സാധാരണഗതിയിൽ കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പം ഇംഗ്ലീഷ് ഒരു വലിയ പാടുള്ള സബ്ജക്റ്റായിട്ട് ഒരു വിഭാഗം കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ചില കുട്ടികൾ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാറില്ല, പേടിച്ചിട്ട് ഇംഗ്ലീഷ് 20 മാർക്കിന് വരുന്ന ചോദ്യം 20ഉം അതുപോലെ അങ്ങ് മാറ്റി വെച്ചിട്ട് മറ്റ് വിഷയങ്ങളിൽ ഉള്ള മാർക്കുകൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. നിങ്ങൾ ആ ഒരു കാര്യം ആലോചിക്കുക, അത്തരത്തിൽ കുട്ടികൾ നമ്മൾ ആ 20 മാർക്ക് അങ്ങ് മാറ്റി വയ്ക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ ആ 10 മാർക്ക് വരുന്ന 20ഓ അല്ലെങ്കിൽ 10 മാർക്കോ മാറ്റി വയ്ക്കുന്ന അവസരത്തിൽ മറ്റു കുട്ടികളെ സംബന്ധിച്ചിട്ട്, ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട്, മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട്, ഇംഗ്ലീഷിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ഇനി എത്ര പെർഫോം ചെയ്തെന്ന് പറഞ്ഞാലും 20 മാർക്ക് അല്ലെങ്കിൽ 18 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് പിന്നിലേക്ക് പോകുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, 1 മാർക്ക് പിന്നിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 50ഓ 100ഓ റാങ്ക് താഴെ പോകാൻ സാധ്യതയുള്ള മേഖലയാണ് PSC. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വളരെ നന്നായിട്ട് പഠിക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ രസകരമായിട്ട് തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാം. നിങ്ങളുടെ ലെവലിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങളുടെ മനസ്സിലാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ ലീഡ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടും വളരെ ലളിതമായി നമ്മുടെയൊക്കെ വളരെ ചെറിയ കോഡുകളും രസകരമായ കാര്യങ്ങളിലൂടെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊരു കുട്ടിക്കും ഇംഗ്ലീഷിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത കുട്ടികൾക്കും ഇംഗ്ലീഷ് മനസ്സിലാവുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് മെൻറ്റേഴ്സ് വരാറുണ്ട്, അവരോട് അടുത്ത് ചോദിക്കാം. നിങ്ങൾക്ക് ലൈവായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം. ക്ലാസ്സുകളിലുള്ള സംശയങ്ങൾ അപ്പം തീർത്തു തരാൻ വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ മെൻറ്റേഴ്സ് തന്നെ ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വളരെ സുലഭമായിട്ട്, നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരാണെങ്കിലും അല്ലായെങ്കിൽ ഇങ്ങനെ ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ വർക്കിൻ്റെ ഇടയിൽ പഠിക്കുന്നവരാണെങ്കിൽ എപ്പോഴും വരുന്ന ഡൗട്ടും ഏത് സമയവും ക്ലിയർ ചെയ്ത് തരാനുള്ള ഫാക്കൽറ്റീസ് ഇവിടെ ധാരാളമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തി ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തി ഉയർന്ന റാങ്കുകളിലേക്ക് ഇനി വരുന്ന ടെസ്റ്റുകളിൽ കയറിപ്പോകാൻ സാധ്യത അല്ലെങ്കിൽ ശ്രമിക്കുക. വരാൻ പോകുന്ന ഡിഗ്രി മെയിൻസ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പിന്നെ അതേപോലെ തന്നെ SI തസ്തികകളിലുള്ള പരീക്ഷകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ മെയിൻസ് പരീക്ഷകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ മെയിൻസ് പരീക്ഷകൾ വരുന്നുണ്ട്. പിന്നെ അതേപോലെ +2 മെയിൻസ് അല്ലെങ്കിൽ നമ്മളെ +2 മെയിൻസുകൾ വരുന്നുണ്ട്. ഫോഴ്സ് ബേസ്ഡ് ടെസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ബിവറേജസ് LD വരുന്നുണ്ട്. പിന്നെ അതേപോലെ VFO വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല ഒരു സാധ്യത നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ വരുന്ന ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്തരം ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ വരുന്ന ടെസ്റ്റുകൾക്ക് നിങ്ങൾ ഇപ്പോഴേ തയ്യാറെടുത്ത് തുടങ്ങിയാൽ മാത്രമേ നല്ലൊരു വിജയം നമുക്ക് എത്തിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ അധികം താമസിക്കാതെ തന്നെ ഉടനെ തന്നെ നമുക്ക് LD നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നതാണ് LD. അതുപോലെ LGS LD ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്കിനി വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞ് ഇരുന്ന് കളയരുത്. നമ്മൾ അതെന്ത് ചെയ്യുക, ഇപ്പോഴേ തുടങ്ങി വെച്ചാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ ധാരാളമുണ്ട്. സ്കൂൾ ടെക്സ്റ്റുകൾ സിലബസ് ഇപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 1 മുതൽ 10 വരെയുള്ള ടെക്സ്റ്റുകൾ കഴിഞ്ഞ തവണയും ഇത്തവണയായിട്ട് റാൻഡമായി മാറിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഈ മുമ്പ് പഠിച്ച കുട്ടികൾക്ക് കുറച്ച് അപ്ഡേഷൻസ് വരേണ്ടി വരും. സ്കൂൾ ടെക്സ്റ്റ് നല്ലതായിട്ട് പഠിച്ച കുട്ടികൾക്ക് നല്ല മാറ്റങ്ങൾ, ടെക്സ്റ്റുകളിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചില ഭാഗങ്ങൾ ഒഴിവാക്കി, ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മളെ സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് ടെസ്റ്റുകൾ. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകൾ, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്കും നമ്മൾ ടോപ്പിക്ക് നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പ്രീവിയസ് ഇയർ ചോദിച്ചത് ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു നോക്കും. പോസിബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കും. സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇന്നത്തെ PSC മെത്തേഡിൽ പോസിബിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നൂടെ മേക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് അത്തരത്തിലുള്ള ഭാഗങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അതും ചെയ്യിപ്പിക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം കവർ ചെയ്ത് ഡെയിലി വർക്കൗട്ട് സെക്ഷനും കവർ ചെയ്താണ് പോകുന്നത്. ലൈവ് ഇൻട്രാക്ഷൻ ക്ലാസ്സുകൾ കാണും. എല്ലാം നന്നായിട്ട് ഉപകാരപ്പെടുത്തി മുമ്പോട്ട് പോവുക. ഓക്കെ, നമ്മളൊരു 5 ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്ന ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ സഹകാരി PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കിയേ, ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 5 ചോദ്യങ്ങൾ വരുന്നു. അപ്പോൾ 5 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ആ 5 ചോദ്യങ്ങളൊന്ന് വായിക്കുക. അതിൻ്റെ ഉത്തരം എല്ലാവരും ക്ലാസ്സുകൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട്ബുക്ക് എടുത്ത് മുമ്പിൽ വയ്ക്കുക. കറക്റ്റ് നോട്ട് എഴുതി, ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോട്ട് എഴുതി എടുക്കുക. പറയുന്ന കാര്യങ്ങൾ എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യുക. എന്ത് ചെയ്യുന്നോട് എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യുക. ഞാൻ 1ഉം 2ഉം തവണ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോടൊപ്പം റിപ്പീറ്റ് ചെയ്യുക. കാര്യങ്ങളെല്ലാം കുറിച്ച് വയ്ക്കുക, എഴുതിയെടുത്ത് തന്നെ പോവുക. എന്ത് ചെയ്യുന്നോട് ചുമ്മാ കണ്ട് മനസ്സിലാക്കി പോരുത്. നമ്മളെ ക്ലാസ് കഴിയുമ്പം ഞാൻ പറയുന്ന നോട്ട് നിങ്ങളെ കയ്യിൽ കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങൾക്കത് ഉപകാരപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്നോടൊപ്പം നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നു എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്ത് ചെയ്യുന്നു നിങ്ങൾ എന്നോടൊപ്പം പെർഫോം ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മളിപ്പോൾ ഒരു 5 ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരും. പ്രീവിയസ് ഇയർ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതുക. എല്ലാ കുട്ടികളും അറിയാവുന്നവരും അറിയാത്തവരും 4 ഓപ്ഷൻസ് കാണും. അതിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്ന ഒരു ഓപ്ഷൻ ഇപ്പോൾ ശരിയാക്കുക, എഴുതി വയ്ക്കുക. ലാസ്റ്റ് നമ്മൾ അത് കഴിഞ്ഞിട്ട് ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചു വരും. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ചെയ്തതിന് ശേഷം ഈ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ശരിയും തെറ്റും പറഞ്ഞ് നിങ്ങൾക്ക് തിരുത്തി എഴുതാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ? 5 ചോദ്യങ്ങൾ എല്ലാവരും ഒന്ന് എഴുതിയേ. ആദ്യത്തെ ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്. ചോദ്യം ഒന്ന് വായിക്കുക, ഉത്തരം ഒന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഉത്തരം ചർച്ച ചെയ്യില്ല. ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ തന്നെ ശരി ഉത്തരങ്ങൾ പറയും. നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്. ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് കാർ. ഇഫ് ഐ ഹാവ് ദ മണി ഡാഷ് കാർ. കണ്ടല്ലോ ചോദ്യം. ഓപ്ഷനിലായിട്ട് ഐ വുഡ് ബൈ ഓപ്ഷനിലുണ്ട്, ഐ വിൽ ബൈ ഓപ്ഷനിലുണ്ട്, ഐ വുഡ് ഹാവ് ബോട്ട് ഓപ്ഷനിലുണ്ട്, ബോട്ടുണ്ട്. ഒന്ന് ചോദ്യം വായിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പൗസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഉത്തരം ഒന്ന് എഴുതി നോക്കിയേ. 1-2 തവണ വായിച്ചിട്ട് എല്ലാവരും അറിയാവുന്നവരും അറിഞ്ഞൂടാത്തവരും ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നവരാണെങ്കിലും ഒന്ന് ഉത്തരം 4 ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ഉത്തരം എഴുതാൻ പറ്റുമല്ലോ, ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം കാണിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം നോക്കിയാൽ കുട്ടികളെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. നമുക്ക് ഉത്തരം പിന്നീട് അതിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്ത് നമ്മൾ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചതിന് ശേഷം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. He would not have failed if he dash enough money. He would not have failed if he dash enough money. ഓപ്ഷനിൽ എന്തുണ്ട്? would have ഓപ്ഷനിലുണ്ട്, had ഓപ്ഷനിലുണ്ട്, അതുപോലെ would have had ഓപ്ഷനിലുണ്ട്, was having ഓപ്ഷനിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്ന് ഉത്തരം ഒന്ന് എഴുതി വെച്ചു നോക്കിയേ. നോട്ടിലൊന്ന് പകർത്തിയേ. ചോദ്യം എഴുതണമെന്നില്ല, ഉത്തരം മാത്രം ഒന്ന് എഴുതിയാൽ മതി. അടുത്ത ചോദ്യം നോക്കിയേ. മൂന്നാമത്തെ ചോദ്യം. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ദ മാച്ച് ഡാഷ്. സോറി, ഡാഷ്. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഡാഷ്. ഓപ്ഷനിൽ ദ മാച്ച് വുഡ് ബി ക്യാൻസൽഡ് ഓപ്ഷനിലുണ്ട്. രണ്ടാമത്തത് ദ മാച്ച് വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ് ഓപ്ഷനിലുണ്ട്. മൂന്നാമത്തത് ദ മാച്ച് വിൽ ബി ക്യാൻസൽഡ് ഓപ്ഷനിലുണ്ട്. നാലാമത്തത് ദ മാച്ച് വുഡ് ഹാവ് ക്യാൻസൽഡ് ഓപ്ഷനിലുണ്ട്. ഒന്ന് പറഞ്ഞ് ഒന്ന് വായിച്ചിട്ട് ഉത്തരം ഏതാണ്? നിങ്ങൾക്ക് വേണമെങ്കിൽ A എന്നോ B എന്നോ C എന്നോ D എന്നോ എഴുതിയാലും മതി. ഉത്തരം വലുതായിട്ട് എഴുതാൻ നിൽക്കണമെന്നില്ല. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യമാണ്. ഐ വുഡ് പേ അപ്പ്. ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വാസ് യു. ഇഫ് ഐ വാസ് യു.
ഈ സെന്റൻസിന്റെ കറക്റ്റ് രൂപം ഏതെന്നാണ് ചോദ്യം കേട്ടോ. ഇത് റീറൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. റീറൈറ്റ് ദ കറക്റ്റ് സെന്റൻസ്. ഈ സെന്റൻസിനെ കറക്റ്റ് ആയിട്ട് എഴുതാനാണ്. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രൂപം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷനിൽ ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വെയർ യു ഓപ്ഷനിലുണ്ട്. രണ്ടാമത്തിലെ ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ ആം യു ഓപ്ഷനിലുണ്ട്. മൂന്നാമത്തെ ഇഫ് ഐ പെയ്ഡ് അപ്പ് ഇഫ് ഐ വെയർ യു ഓപ്ഷനിലുണ്ട്. നാലാമത്തത് ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ ആർ യു ഓപ്ഷനിലുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഉത്തരം ഒന്ന് കമന്റ് അല്ലെങ്കിൽ എഴുതി വെച്ചേ. അടുത്ത ചോദ്യം നോക്കിയേ. ഐ വുഡിന്റ് ജമ്പ് ഓൺ കോമ ഡാഷ്. തന്നിരിക്കുന്നതിലെ ഓപ്ഷനിൽ ഇഫ് ഐ ആം യു ഓപ്ഷനിലുണ്ട്. ഇഫ് ഐ ഹാഡ് ബീൻ യു ഓപ്ഷനിലുണ്ട്. ഇഫ് ഐ വെയർ യു ഓപ്ഷനിലുണ്ട്. മൂന്നാമത്തത് ഇഫ് ഐ വുഡ് ഹാവ് ബീൻ യു ഓപ്ഷനിലുണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. കറക്റ്റ് ദ സെന്റൻസ് എന്നാണ് തന്നിരിക്കുന്ന സെന്റൻസിനെ കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ I dashed you. If you had asked me, I dashed you. Will have ഓപ്ഷനിലുണ്ട്. would ഉണ്ട്. would have ഓപ്ഷനിലുണ്ട്. had ഉണ്ട്. എഴുതിയോ? അടുത്ത ചോദ്യം നോക്കിയേ. ഓക്കെ, ചോദ്യം നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ്, ഒരു 5-6 ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആരും എഴുതാതിരിക്കരുത്, എല്ലാവരും എഴുതണം. കാരണം നമ്മൾ എഴുതിയ സാധനം നമ്മൾ വാല്യൂ ചെയ്യണം. നമ്മൾ എഴുതിയ സാധനം നമുക്ക് തെറ്റിപ്പോയി, നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ശരി ഉത്തരം നിങ്ങൾ തന്നെ പറയും. അപ്പോൾ നമ്മൾ തെറ്റിയത് എന്താണെന്ന് നമ്മൾ അവിടെ മനസ്സിലാക്കി നിങ്ങൾ തന്നെ എഴുതുകയല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 5 ഓപ്ഷൻ അല്ലെങ്കിൽ 5 എന്ത് ചെയ്യുന്നുണ്ടോ ഓപ്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിനി ടോപ്പിക്കെല്ലാം കവർ ചെയ്ത് പഠിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് നേരെ തിരിച്ചു വന്ന് ഈ ചോദ്യങ്ങളിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കി. അപ്പോൾ നിങ്ങൾക്കത് തെറ്റായിപ്പോയി. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇപ്പം ഞാൻ ചോദ്യം വീണ്ടും വരുമ്പോൾ നിങ്ങളത് പറയുമ്പോൾ ശരിയായി. നിങ്ങൾക്ക് തെറ്റെന്തിനാണെന്ന് അവിടെ സ്വയമേ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചു എന്ന് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തും. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കുന്നത്. തെറ്റ് കുഴപ്പമില്ല, തെറ്റ് വരുമ്പോൾ തെറ്റിടുക, തെറ്റി തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റിപ്പോയി അല്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനോടുള്ള പേടികളാണ് എന്ത് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ അതിനോടുള്ള പേടികളാണ്. നമ്മളിങ്ങനെ പഠിക്കുന്ന സമയത്ത് തെറ്റാൻ തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, തെറ്റി തന്നെയാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ തെറ്റിയിട്ട് നമ്മൾ ശരിയാക്കി എടുക്കുന്നു. പക്ഷേ നിങ്ങൾ സ്വയമേ അത് ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. അതിലാണ് അതായത് മറന്നു പോകരുത്, റിവൈസ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പഠിക്കണം, എടുത്തു വെച്ച് പഠിക്കണം. അപ്പോൾ നമ്മൾ വളരെ ഫ്ലുവൻ്റ് ആവും. ആ ഒരു റൂളിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളവരായിട്ട് മാറും. എങ്ങനെ രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും പാറ്റേൺ മാറ്റിയോ എങ്ങനെ വന്നാലും നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കിയാണ് കൂടുതൽ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ടെക്സ്റ്റുകളിൽ 10ാം ക്ലാസ്സിൽ ഇഫ് ക്ലോസ് പഠിക്കാനുണ്ട്. കോൺവെർസേഷൻ ഫില്ലപ്പുമായിട്ട് ബന്ധപ്പെടുത്തി ഇഫ് ക്ലോസ് പഠിക്കാനുണ്ട്. സ്കൂൾ ടെക്സ്റ്റ് ബേസ് ചെയ്താണ് പറയുന്നത്. 9ാം ക്ലാസ്സിൽ ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മളെല്ലാം പണ്ടേ പഠിക്കുന്നവരാണ്. ഇത്തരത്തിൽ കോൺവെർസേഷനിൽ 5 ചോദ്യങ്ങളാണ്. ഒരു കോൺവെർസേഷൻ ഫില്ലപ്പുമായിട്ട് ബന്ധപ്പെടുത്തി 5 ചോദ്യങ്ങൾ വരാറുണ്ട്. ഒന്നാമത്തെ ഒരു WH ക്വസ്റ്റ്യൻ മേക്കിംഗ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഏതാണ് കുട്ടികളെ? രണ്ടാമത്തത് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ഹാഡ് ബെറ്ററുമായിട്ട് ബന്ധപ്പെടുത്തി. നാലാമത്തെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ വരാറുണ്ട്. അഞ്ചാമത്തതെന്ന് പറയുന്നത് ഒരു ആൻസർ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരാൻ. ഇത്രയാണ് 5 ഡാഷാണ് 5 മാർക്ക്. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അത് 8ൽ വരാറുണ്ട്, 9ൽ വരാറുണ്ട്, 10ൽ വരാറുണ്ട്. ഇനി +1 +2ലേക്ക് പോയി കഴിഞ്ഞാൽ +1ൽ ഒരു പാഠം തന്നെ പഠിക്കാനുണ്ട്. ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കവിത തന്നെ പഠിക്കാനുണ്ട്, അല്ലേ? റുഡ്യാർഡ് കിപ്ലിംഗ് എഴുതിയിട്ടുള്ള ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു കവിത തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് ഇഫുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തിയ ചോദ്യങ്ങൾ ഫസ്റ്റ് ഇയറിൽ പരീക്ഷയ്ക്ക് വരാറുണ്ട്, ഇല്ലേ? ഇനി അതേപോലെ സെക്കൻഡ് ഇയറിലും ഇഫ് ക്ലോസ് വരാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ഇനി ഡിഗ്രിയിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഡിഗ്രിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടീഷണൽ സെൻറ്റൻസസ് പഠിക്കാനുണ്ട്. ഗ്രാമർ പഠിക്കുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ഏത് വിഷയം എടുത്താലും എന്ത് ചെയ്യുന്നുണ്ട്? ഇംഗ്ലീഷ് ഒരു പേപ്പറുണ്ട്, അതിൽ പഠിക്കാനുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയാം. വളരെ സിമ്പിളുമാണ്, വലിയ പാടൊന്നുള്ള സാധനമില്ല. ഒരു 3 കണ്ടീഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഇഫ് സെറ്റാണ്. അപ്പോൾ ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ വരും. ഇഫ് എപ്പോഴും പോസിറ്റീവ് മീനിങ് ആണ് നൽകുന്നത്, ഇല്ലേ? ഞാൻ പഠിച്ചാൽ ഞാൻ ജയിക്കും, ഇല്ലേ?
ഞാൻ പരീക്ഷ എഴുതിയാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടും. അപ്പം പോസിറ്റീവ് മീനിങ് നമ്മൾ അങ്ങനെ ചെയ്ത് ഇഫ് ഒരു എന്തുകൂടിയാണ്, കൺജങ്ഷൻ കൂടിയാണ്. എന്താണ് ഈ കൺജങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളെയോ സെന്റൻസുകളെയോ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകളാണ് കൺജങ്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ് ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, അതായത് പൂർണ്ണ അർത്ഥമില്ലാത്ത സെന്റൻസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺജങ്ഷൻ ആണ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, ഒരു കൺജങ്ഷൻ ആണ്. അപ്പോൾ പൂർണ്ണ അർത്ഥമില്ലാത്ത സെന്റൻസുകളെ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസിനോടൊപ്പം ചേർത്ത് പറയുന്നതാണ് ഇഫ് എന്ന് പറയുന്നത്. രണ്ട് ഭാഗമാണ് ഇഫിനുള്ളത്. ഇതേ മെയിൻ ക്ലോസും ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസും. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് എന്നാണ് അർത്ഥം കേട്ടോ, അതായത് സെന്റൻസ് അല്ലെങ്കിൽ വാക്കുകളുടെ കൂട്ടം. ഓക്കെ, അപ്പം മെയിൻ ക്ലോസും ഉണ്ട്, സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഓക്കെ, ഇത് ചേർന്ന് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും കുട്ടികളെ, ഇഫ് ക്ലോസ് ആയിട്ട് മാറും. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറയുന്നതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഈ മെയിൻ ക്ലോസിന് പല പേരുകൾ പറയും, അതും കൂടെ ഒന്ന് ഓർമ്മയിലിരിക്കുക. മെയിൻ ക്ലോസിന് പറയുന്ന പല പേരുകളിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നവിടെ, മെയിൻ ക്ലോസിന് പറയുന്ന പല പേരുകളിൽ ഒന്നാണ് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും. ഇതെന്ന് പറയും പിള്ളേരെ, പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം വരാം, തന്നിരിക്കുന്ന ചോദ്യത്തിലെ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാണ്, ഒരു സെന്റൻസ് തന്നിട്ട് അതിനകത്ത് പ്രിൻസിപ്പൽ ക്ലോസ് ഏതാണ് എന്നൊരു ചോദ്യം വരാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറയും. എന്തെന്ന് പറയും കുട്ടികളെ, ഇൻഡിപെൻഡന്റ് ക്ലോസ്. പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ്. അപ്പോൾ മെയിൻ ക്ലോസിന് പറയുന്ന രണ്ട് വ്യത്യസ്തമായ പേരുകൾ ഏതൊക്കെയാണ്, ഉറച്ചു പറ, എന്നോടൊപ്പം ഉറച്ചു പറയണേ, എന്നോടൊപ്പം ഉറച്ചു പറഞ്ഞേ. മെയിൻ ക്ലോസ്. അപ്പോൾ എന്താണ് മെയിൻ ക്ലോസ് എന്ന് നമ്മൾ പറഞ്ഞില്ല. മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറയുന്നതാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യേണ്ടി വരും, സബോർഡിനേറ്റ് ക്ലോസ് ചിലപ്പം ഫില്ല് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും കമ്പൈൻഡ് ആണ്. ഈ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്താണ് നമ്മൾ ഇഫ് ക്ലോസ് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി മെയിൻ ക്ലോസ് ഫില്ല് ചെയ്യണം. മെയിൻ ക്ലോസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കി സബോർഡിനേറ്റ് ക്ലോസ് ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി നോക്കിയേ, മെയിൻ ക്ലോസ് നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് പറയും. ഇപ്പോൾ ഈ മെയിൻ ക്ലോസിന് പറയുന്ന വ്യത്യസ്തമായ പേരുകളാണ്. ഒന്ന് പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയും, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥം നൽകുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേരാണ് മെയിൻ ക്ലോസ്. അതായത് കംപ്ലീറ്റ് മീനിങ് നൽകുന്ന സെന്റൻസുകൾ ഒറ്റയ്ക്ക് നിന്നാൽ അർത്ഥം നൽകുന്നത്. ദ സ്കൈ ഈസ് ബ്ലൂ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെയിൻ ക്ലോസ്. ഇല്ലേ, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മെയിൻ ക്ലോസ്. ഇനി സബോർഡിനേറ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്ടായി, ഒന്നിനെ അനുസരിച്ച് പോകുന്ന ആൾക്കാരാണ് സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം എസ് ഐയുടെ സബോർഡിനേറ്റ് ആണ് കോൺസ്റ്റബിൾ എന്ന് പറയുന്നത്. എസ് ഐ പറയുന്നു, കോൺസ്റ്റബിൾ കേൾക്കുന്നു. ഓക്കെ, അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥപൂർണത ഇല്ലാത്ത സെന്റൻസിന് പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. അതായത് ഒരു സെന്റൻസിന് ഇഫ് വരുന്ന ഭാഗത്തിന് പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ്, കോമ കഴിഞ്ഞിട്ട് ബാക്കിയിടുന്ന ഭാഗത്തിന് പറയുന്ന പേര് മെയിൻ ക്ലോസ്. ഒരു സെന്റൻസ് നിങ്ങൾക്ക് ഇഫ് ക്ലോസ് വരുന്ന ഒരു സെന്റൻസ് വന്നു കഴിഞ്ഞാൽ ഇഫ് വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സബോർഡിനേറ്റ് ക്ലോസ്. ഇനി മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാലോ, ഇഫ് വരുന്ന പാർട്ട് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സെന്റൻസിന് പറയുന്ന പേര് മെയിൻ ക്ലോസ്. ഈ മെയിൻ ക്ലോസിന് പറയുന്ന രണ്ട് വ്യത്യസ്തമായ പേരുകൾ ഏതൊക്കെ പറഞ്ഞു കുട്ടികളെ, ഉറച്ചു പറ. പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ്. ഇനി സബോർഡിനേറ്റ് ക്ലോസിന് പറയുന്ന വ്യത്യസ്തമായ പേരാണ്, മറ്റൊരു പേരാണ് ഡിപ്പെൻഡഡ് ക്ലോസ്. അതെന്ന് പറയും കുട്ടികളെ, ഡിപ്പെൻഡഡ് ക്ലോസ് എന്ന് പറയും. എന്തെന്ന് പറയും, ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, ഡിപ്പെൻഡഡ് ക്ലോസ്. ഈ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വരുന്ന സെന്റൻസുകൾ ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാറില്ല, കാരണം അവ കംപ്ലീറ്റ് മീനിങ് നൽകാറില്ല. മലയാളത്തിൽ ഒരു സെന്റൻസ് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അതുവഴി പോയപ്പോൾ എന്ന് മാത്രം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. പൂർണ്ണ അർത്ഥം ഉണ്ടാ, പൂർണ്ണ അർത്ഥമില്ലേ കുട്ടികളെ? അപ്പോൾ അവിടെ എന്ത് നടന്നു എന്ന് നിങ്ങൾ ചോദിക്കാറുണ്ട്, കാരണം അർത്ഥം കംപ്ലീറ്റ് അല്ല. അപ്പോൾ നിങ്ങളത് സബോർഡിനേറ്റ് ക്ലോസ്. ഞാൻ ചറുക്കി താഴെ വീണു എന്നും കൂടെ പറഞ്ഞാലോ കുട്ടികളെ, ഞാൻ അതുവഴി പോയപ്പോൾ ചറുക്കി താഴെ വീണു എന്ന് പറഞ്ഞാലോ. അപ്പോൾ ചറുക്കി താഴെ വീണു എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. ഓക്കെ, ഞാൻ അതുവഴി പോയപ്പോൾ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ്. ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞപ്പം സബോർഡിനേറ്റ് ക്ലോസിനും കൂടെ ഒരു മീനിങ് കിട്ടുന്നു, അതിന് അർത്ഥം കിട്ടി. ഓക്കെ, അപ്പം സബോർഡിനേറ്റ് ക്ലോസ് എപ്പോഴും മെയിൻ ക്ലോസിനോടൊപ്പം ചേർന്നാൽ മാത്രമേ എന്ത് നൽകുള്ളൂ, ഒരു മീനിങ് നൽകാറുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് പറഞ്ഞത്, സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും ചേർത്ത് പറയുന്ന ഇഫ് ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസിന് പറയുന്ന മറ്റൊരു പേരാണ് ഡിപ്പെൻഡഡ് ക്ലോസ്, മെയിൻ ക്ലോസിന് പറയുന്ന മറ്റ് രണ്ട് പേരുകളാണ് പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥപൂർണ്ണതയുള്ള സെന്റൻസിന് പറയുന്ന പേര് മെയിൻ ക്ലോസ്, അർത്ഥപൂർണ്ണത ഇല്ലാത്ത സെന്റൻസിന് പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ്. നോക്കിയേ, ഇഫ് യു ഇൻവൈറ്റ് ഹെർ, ഒരു എക്സാമ്പിൾ നോക്കിയേ, ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഷീ വിൽ കം. ഇതിനകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഏത്, മെയിൻ ക്ലോസ് ഏത്? എല്ലാവരും ഒന്ന് ഉറച്ചു പറഞ്ഞു നോക്കിയേ. ഇഫ് വരുന്ന ഭാഗം ഏതാണ് കുട്ടികളെ? ഇഫ് യു ഇൻവൈറ്റ് ഹെർ ഏത് ക്ലോസ് ആണ്? സബോർഡിനേറ്റ് ക്ലോസ്. അതിന് പറയുന്ന പേര് സബോർഡിനേറ്റ് ക്ലോസ്. ബാക്കി ഇരിക്കുന്നത് നമുക്ക് ഷീ വിൽ കം, കംപ്ലീറ്റ് മീനിങ് ആയിരുന്നു, അത് മെയിൻ ക്ലോസ്. ഓക്കെ ആണല്ലോ കുട്ടികളെ? ഇഫ് എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് ഭാഗങ്ങൾ ചേർന്നാണ് ഇഫ് ക്ലോസ് ഉണ്ടാകുന്നത്, മെയിൻ ക്ലോസും
സബോർഡിനേറ്റ് ക്ലോസും. എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്? ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിയേ, ഇഫിൻ്റെ ആദ്യത്തെ റൂള്, ഇഫ് 3 ടൈപ്പ് റൂളാണ് ഉപയോഗിക്കുന്നത്. 3 ടൈപ്പിലാണ് നമ്മൾ ഇഫ് പറയുന്നത്. റൂൾ നമ്പർ ഫസ്റ്റ്, റൂൾ നമ്പർ സെക്കൻഡ്, റൂൾ നമ്പർ തേർഡ്. ഓക്കെ, റൂൾ നമ്പർ ഫസ്റ്റിന് പറയുന്ന പേരാണ് പ്രോബബിൾ കണ്ടീഷൻ, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പറയുന്നു, പ്രോബബിൾ കണ്ടീഷൻ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ റൂൾ നമ്പർ 2 ആണ്, ഇംപ്രോബബിൾ കണ്ടീഷൻ, നടക്കാൻ സാധ്യതയില്ലാത്ത കണ്ടീഷൻസ് പറയുന്നു, ഇംപ്രോബബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. അടുത്താണ് ഇംപോസിബിൾ, അസാധ്യമായ കാര്യങ്ങൾ നടക്കുന്നു, കാര്യങ്ങൾ പറയുന്നു, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പം പ്രോബബിൾ 3 റൂളാണ്. ഇപ്പോൾ റൂൾ നമ്പർ ഫസ്റ്റ് എന്ന് പറയുന്ന റൂൾ നമ്പർ ഫസ്റ്റ് ഏതാണ് കൂട്ടില്ല? റൂൾ നമ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത് റൂൾ നമ്പർ ഫസ്റ്റ് പ്രോബബിൾ കണ്ടീഷൻ, റൂൾ നമ്പർ സെക്കൻഡ് ആണെങ്കിലോ ഇംപ്രോബബിൾ കണ്ടീഷൻ, റൂൾ നമ്പർ തേർഡ് ആണെങ്കിലോ ഇംപോസിബിൾ കണ്ടീഷൻ. ഓക്കെ, ഇനി പ്രോബബിൾ കണ്ടീഷൻ റൂൾ നമ്പർ ഇത് സെക്കൻഡ്, ഇത് തേർഡ് കേട്ടോ, ഇത് തേർഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ വരാം, ചോദ്യം ഇങ്ങനെ വരാം. ഇപ്പോൾ ഇച്ചിരി കൂടെയൊക്കെ ഡിഗ്രി ലെവലിലൊക്കെ പരീക്ഷകൾ വരുമ്പോൾ കുറച്ചും കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇച്ചിരി കൂടെയൊക്കെ വാക്കുകളുടെ ഗാംഭീര്യം, റൂളെല്ലാം എല്ലാത്തിലൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ വാക്കുകളുടെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ ധാരാളിത്തം ഏതിൽ വരുന്നു, ഈ നമ്മുടെ ഡിഗ്രിയിലെ ക്വസ്റ്റ്യൻസിൽ കുറച്ച് കൂടുതൽ വരുന്നു. നമുക്ക് അർത്ഥം അറിഞ്ഞുകൂടാത്ത വാക്കുകൾ കയറി വരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇംപ്രോബബിൾ കണ്ടീഷൻ വരുന്ന കണ്ടീഷണൽ ക്ലോസ് സെൻറ്റൻസ് ഏതാണ്, താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? അപ്പോൾ നമ്മൾ ഏത് ചെയ്യണം? രണ്ടാമത്തെ റൂൾ വരും. നമ്മൾ റൂൾ പഠിച്ചില്ല, രണ്ടാമത്തെ റൂൾ വരുന്നതെന്നും ഓർമ്മയിലിരിക്കണം. ഇപ്പോൾ ഇംപോസിബിൾ കണ്ടീഷൻ വരുന്ന അല്ലെങ്കിൽ ഇംപോസിബിൾ കണ്ടീഷൻ വരുന്ന ഇംപോസിബിൾ കണ്ടീഷണൽ ക്ലോസ് വരുന്ന സെൻറ്റൻസ് ഏതാണ്? ഗിവ് ആൻ എക്സാമ്പിൾ അല്ലെങ്കിൽ പിക്ക് ഔട്ട് ആൻ എക്സാമ്പിൾ ഫോർ ഇംപോസിബിൾ കണ്ടീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂന്നാമത്തെ ഇഫ് ക്ലോസിൻ്റെ മൂന്നാമത്തെ റൂളാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇഫിന് എത്ര റൂൾ എത്ര കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു കൂട്ടല്ലോ, എത്ര ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു? 3 ടൈപ്പാണ്. ഒന്നാമത്തെ ടൈപ്പിന്റെ പേര് ഏതാണ്ടേ? പ്രോബബിൾ കണ്ടീഷൻ, രണ്ടാമത്തത് ഇംപ്രോബബിള്, മൂന്നാമത്തത് ഇംപോസിബിൾ. ഒന്നും കൂടെ പറഞ്ഞേ, പ്രോബബിള്, ഇംപ്രോബബിള്, ഇംപോസിബിൾ. ക്ലിയർ ആണല്ലോ. പ്രോബബിൾ എന്താണെന്ന് പറഞ്ഞോ? സാധ്യതയുള്ളത്, മേ ബി, സാധ്യതയുണ്ട്, നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ. ഇംപ്രോബബിൾ എന്ന് പറഞ്ഞല്ല, സാധ്യതയില്ല, നടക്കാൻ സാധ്യതയില്ല. ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ. ഓക്കെ, അല്ല ആദ്യത്തെ റൂളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. പഠിച്ചേ നോക്കിയാ, റൂൾ നമ്പർ ഫസ്റ്റ് ആണ് കേട്ടോ. റൂള് ഫസ്റ്റ്, അതായത് പ്രോബബിൾ കണ്ടീഷൻ. ഓക്കെ, നോക്കിയാണ്ടേ ഇഫ് വരുന്ന ഭാഗം ഇക്വേഷൻ ആയിട്ട് പഠിക്കാം. ഇഫ് പ്ലസ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. പറഞ്ഞേ, ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് നോക്കുക, വെർബ് V1 ആയിരിക്കാം. V1 എന്ന് പറഞ്ഞാൽ വാക്ക്, ഈറ്റ്, സ്ലീപ്പ്, സിങ്, ഡാൻസ്. ഓക്കെ, വെർബിന്റെ V1 രൂപങ്ങൾ. ഇനി എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്ന് പറഞ്ഞാൽ വാക്സ്, ഈറ്റ്സ്, സിങ്സ്, ഡാൻസസ്, ഇങ്ങനെയുള്ള എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ. സിമ്പിൾ പ്രസന്റ് ആണേ. അല്ലായെങ്കിലാ ഒന്നെങ്കിൽ V1 വരാം, അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരാം. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് നമ്മൾ നോക്കുക, വെർബ് V1 ആണ് നോക്കുക, അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബാണ് നോക്കുക. അതാണ് പൊതുവെ കൂടുതലും ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഓക്സിലറി ആയിട്ട് ഡു, ഡസ്, ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഏതൊക്കെ വരാം? ഓക്സിലറി വെർബുകളാണ് കിടക്കുന്നതെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ്, ഇതിൽ ഏതെങ്കിലും ഒന്നാണെന്ന് നോക്കുക. ആണെങ്കിൽ മറുഭാഗത്ത് മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് എഴുതണം കുട്ടികളെ? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. പറഞ്ഞേ, വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. ഒന്നെങ്കിൽ വിൽ പ്ലസ് V1 ഓപ്ഷനിൽ ഉണ്ടാകുന്ന നോക്കുക, അത് തന്നെ ഉത്തരം. അതില്ല എങ്കിൽ ഷാൾ പ്ലസ് V1 ഉണ്ടാകുന്ന നോക്കുക, എങ്കിൽ അത് തന്നെ ഉത്തരം. ക്യാൻ പ്ലസ് V1 എഴുതാം, അല്ല എങ്കിൽ മേ പ്ലസ് V1. അപ്പോൾ ഇഫിൻ്റെ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞേ, ഉറച്ച് പറഞ്ഞു കഴിയുമ്പം പഠിച്ചും കഴിയണം. ഇഫ് പ്ലസ് V1 നമ്മൾ ഇതിനെ മൊത്തത്തിൽ പറയുന്ന ഇഫ് പ്ലസ് പ്രസന്റ് ടെൻസ് എന്ന് പഠിച്ചാലും മതി. പ്രസന്റ് ടെൻസ് ആണ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്. ഡു, ഡസ് വരുന്നതെല്ലാം പ്രസന്റ് ടെൻസ് ആണ്. ഈസ്, ആം, ആറൊക്കെ വരുന്ന പ്രസന്റ് ടെൻസ് ആണ്. അല്ലെങ്കിൽ ആറ്, ഹാസ്, ഹാവ് ഒക്കെ വരുന്ന എല്ലാം പ്രസന്റ് ടെൻസ് ആണ്. പറഞ്ഞേ, ഇഫ് പ്ലസ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരാം? ഡു, ഡസ്, ഈസ്, ആം, ആർ, ഹാസ്, ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വില്ല്, ഷോൾ, ക്യാൻ, മേ പ്ലസ് V1. വില്ല് എഴുതാം, ഷാൾ എഴുതാം, ക്യാൻ എഴുതാം, മേ പ്ലസ് V1 ഉത്തരം. നോക്കിയേ, ചോദ്യത്തിലൂടെ പരിചയപ്പെടാം. റൂൾ എല്ലാവരും എഴുതിയല്ലോ. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 എസ്സിൽ അവസാനിക്കുന്ന വെർബുകളോ ഡു അല്ലെങ്കിൽ ഡസ്സോ. വെർബ് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ V1 വരും. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് വരണം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു വരാം, സിംഗുലാർ ആണെങ്കിൽ ഡസ് വരാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ് വരാം. സബ്ജക്റ്റ് ഐ വന്നാൽ ആം വരാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഏത് വരാം? ആറ് വരാം. സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഹാസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ്. ഓക്കെ, അപ്പോൾ ആ റൂൾ എന്ന് പറഞ്ഞേ,
ഇഫ് കഴിഞ്ഞിട്ട് വെർബ് വി വണ്ണോ എസ്സിൽ അവസാനിക്കുന്ന വെർബോ ഡു അല്ലെങ്കിൽ ഡസ്, ഈസ്, ആം, ആർ, ഹാസ്, ഹാവ് ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. വില്ല് എഴുതാം, ഷാൾ എഴുതാം, ക്യാൻ, മേ പ്ലസ് വി വൺ. ചോദ്യം നോക്കിയ കുട്ടികളെ, ഇതാണ് പ്രോബബിൾ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ചോദ്യം നോക്കിയ കുട്ടികളെ, ചോദ്യം നോക്കുക, നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞോണേ. ഇഫ് ഹി വർക്ക്സ് ഹാർഡ്, ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി ഡാഷ്, ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി ഡാഷ്. ഓപ്ഷനിൽ വിൽ സക്സീഡ് ഓപ്ഷനിലുണ്ട്, വുഡ് സക്സീഡ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് സക്സീഡഡ് ഓപ്ഷനിലുണ്ട്, സക്സീഡഡ് എന്ന് എഴുതിക്കണം, വുഡ് ഹാവ് സക്സീഡഡ് ഓപ്ഷനിലുണ്ട്. അതേപോലെ ലാസ്റ്റ് നൺ ഓഫ് ദീസ് ഉണ്ട്, ലാസ്റ്റത്ത് നൺ ഓഫ് ദീസ്, നണ്ണ്. നോക്കിയാണ് കുട്ടികളെ, ഇഫ് വന്നിട്ടുണ്ട്, വർക്ക്സ് എന്ന് പറയുന്ന എസ്സിൽ അവസാനിക്കുന്ന വെർബ്, എസ്സിൽ അവസാനിക്കുന്ന വെർബ് മറുഭാഗത്ത് ഏത് വരാം? വില്ല്, ഷാള്, ക്യാൻ, മേ ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി പ്ലസ് വി വൺ. നോക്കിയാണ്ട് വില്ല് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, വിൽ സക്സീഡ്, അതുകൊണ്ട് അത് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി വിൽ സക്സീഡ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, നിങ്ങൾ തന്നെ ഉത്തരം പറയണം. ഇഫ് ഹി ഈസ് ഫൈൻ ഹി ഡാഷ് എ പാർട്ടി, ഇഫ് ഹി ഈസ് ഫൈൻ ഹി ഡാഷ് എ പാർട്ടി. കണ്ടല്ലോ, ഇഫ് വരുന്ന സെന്റൻസ് നമ്മൾ പഠിച്ചതിൽ ഈസ് കിടക്കുന്നു, ഈസ്, ആം, ആർ ഒക്കെ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരാന്ന് പറഞ്ഞു? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. നോക്കിയ ചോദ്യത്തിൽ ഓപ്ഷനിൽ വുഡ് അറേഞ്ച് ഓപ്ഷനിലുണ്ട്, വിൽ അറേഞ്ച് ഉണ്ട്, വുഡ് ഹാവ് അറേഞ്ച്ഡ് ഉണ്ട്, നണ്ണ്. ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? അവിടെ വിൽ അറേഞ്ച് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് ഈസ് വന്നുകൊണ്ട് വിൽ അറേഞ്ച് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയാടോ, ഇഫ് ഐ ഹാവ് ടൈം, ഇഫ് ഐ ഹാവ് ടൈം ഐ ഡാഷ് എ നോവൽ, ഇഫ് ഐ ഹാവ് ടൈം ഐ ഡാഷ് എ നോവൽ. നമുക്ക് ഓപ്ഷനിൽ വുഡ് റൈറ്റ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് റിട്ടൺ ഓപ്ഷനിലുണ്ട്, വിൽ റിട്ടൺ ഓപ്ഷനിലുണ്ട്, വിൽ റിട്ടൺ ഉണ്ട്, വിൽ റൈറ്റും ഉണ്ട്. നമുക്ക് ഹാവ് വരുന്ന സെന്റൻസ് നമ്മൾ പഠിച്ചാണ്, ഇഫ് കഴിഞ്ഞിട്ട് ഹാസ്, ഹാവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. ഓക്കെ, വില്ല് വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്ന് വില്ല് ദാ ഇവിടെയും കിടപ്പുണ്ട്, രണ്ടാമത്തേലും വില്ല് കിടപ്പുണ്ട്, സിയും ഡിയും. ഓക്കെ, വി വൺ ആണ് നമ്മൾ പറഞ്ഞത്, വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് വി വൺ ആണ് പറഞ്ഞത്. റിട്ടൺ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടേ? വി ത്രീ ആണ്, വി ത്രീ. വില്ല് കഴിഞ്ഞാൽ വി ത്രീ വരൂല, അതപ്പോൾ തെറ്റാണ്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നൂടെ? വിൽ റൈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു, വിൽ പ്ലസ് വി വൺ, വിൽ റൈറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ സിങ് യു ഡാഷ്, ഇഫ് ഐ സിങ് യു ഡാഷ്. കണ്ടല്ലോ, നോക്കുക, സിങ് എന്ന് പറയുന്നത് വി വൺ ആണ്, സിങ് എന്ന് പറയുന്നത് വി വൺ ആണ്. ഇഫ് വരുന്ന സെന്റൻസിലെ വി വൺ എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. നോക്ക്, വുഡ് ഡാൻസ് ഓപ്ഷനിലുണ്ട്, വിൽ ഡാൻസ് ഉണ്ട്, വുഡ് ഹാവ് ഡാൻസ്ഡ് ഉണ്ട്, നണ്ണ്. ഏത് വരുന്നു ഇവിടെ? ഉറച്ചു പറ, വിൽ ഡാൻസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? വിൽ ഡാൻസ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ആം ഹിയർ ഐ ഡാഷ് ഇറ്റ്, ഇഫ് ഐ ആം ഹിയർ ഐ ഡാഷ് ഇറ്റ്. കണ്ടല്ലോ, ചോദ്യം തന്നിരിക്കുന്നതിൽ ആമാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈസ്, ആം, ആർ. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് വി വണ്ണ് എസ്സിൽ അവസാനിക്കും. അതിനോടൊപ്പം പറയണം, ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം കേട്ടോ. വി വണ്ണ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് ഈസ്, ആം, ആറ്, ഡു, ഡെസ്, ഹാസ്, ഹാവ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണെന്ന് പറഞ്ഞു? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. നോക്കിയേ, ആമ വന്നിരിക്കുന്നു, മറുഭാഗത്ത് വില്ല് വരാം, ഷാള് വരാം, ക്യാൻ, മേ പ്ലസ് വി വൺ. നോക്ക്, വിൽ ഡു ഓപ്ഷനിലുണ്ട്, വുഡ് ഡു ഉണ്ട്, വുഡ് ഹാവ് ഡൺ ഉണ്ട്, നണ്ണുണ്ട്. ഏതാണ് കുട്ടികളെ? വിൽ ഡു അവിടെ ഉത്തരമായിട്ട് വരുന്നു, വിൽ ഡു ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഇഫിന്റെ ആദ്യത്തെ റൂൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേ. ആദ്യത്തെ റൂള് എന്ത് ചെയ്യുന്നൂടെ? പ്രോബബിൾ കണ്ടീഷൻ. ആദ്യത്തെ റൂൾ ഏതായിരുന്നു കുട്ടികളെ? ഇഫ് പ്ലസ് വി വണ്ണ്, അല്ലെങ്കിൽ എന്തിൽ വരുന്നത്? എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം, അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറീസ് വരാം? ഡു, ഡസ്, ഈസ്, ആം, ആറ്, ഹാസ്, ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത്? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് വി വൺ. വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് വി വൺ. ക്ലിയർ ആണല്ലോ? രണ്ടാമത്തെ റൂളാണ് എന്ത് ചെയ്യുന്നൂടെ? ഇംപ്രോബബിൾ കണ്ടീഷൻ ആണ് രണ്ടാമത്തെ റൂൾ കേട്ടോ. റൂൾ നമ്പർ സെക്കൻഡ്, റൂള് സെക്കൻഡ് കേട്ടോ, റൂള് സെക്കൻഡ്. ഓക്കെ, പഠിച്ചേ. നോക്കുക, ഇഫ് കഴിഞ്ഞിട്ട് വെർബ് വി ടു വരാം. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് ഏത് വരാം കുട്ടികളെ? നമ്മൾ നേരത്തെ വി വൺ അല്ലെങ്കിൽ എസ് അല്ലേ പറഞ്ഞ, എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അതിന്റെ പാസ്റ്റ് ആണ് വി ടു എന്ന് പറയുന്നത് കേട്ടോ. വി ടു വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം കുട്ടികളെ? ഡിഡ് വരാം. ഡു ഡെസിന്റെ പാസ്റ്റ് ആണ് ഡിഡ് എന്ന് പറയുന്നത്, ഡിഡ് വരാം. എന്ത് ഈസ്, ആമിന്റെ പാസ്റ്റ് ആണ് വാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാസ് വരാം. ആറിന്റെ പാസ്റ്റ് ആണ് വേറെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേറെ വരാം. ഓക്കെ, അപ്പൊ ഏതൊക്കെ വരാൻ കുട്ടികളെ? എന്താണ് ഇനി? ഹാസ്, ഹാവിന്റെ പാസ്റ്റ് ആണ് ഹാഡ്. ഇവിടെ ഹാഡ് ഇപ്പോൾ പഠിക്കണ്ട, ഹാഡ് നമുക്ക് അടുത്ത റൂളിൽ പഠിക്കാം. ആ ഹാഡ് കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് നമുക്ക് ഹാഡ് വരുന്ന അടുത്ത റൂളിൽ ചേർത്ത് പഠിച്ചാൽ മതി, അതപ്പോൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് തീരും. നോക്കിയേ, ഇഫ് കഴിഞ്ഞിട്ട്
വെർബ് വി ടു അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ് ഓർ വെയർ വരാം. ഇഫ് പ്ലസ് വി ടു, വെർബ് വി ടു വരാം. വി ടു ഇല്ല എങ്കിൽ ഓക്സിലറീസ് നോക്കാം. വി ടു ഇല്ല എങ്കിൽ ഡിഡ് വരാം, വാസ്, വെയർ. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി ഉണ്ടെങ്കിൽ മറുഭാഗത്ത് നമുക്ക് ഇഫ് പ്ലസ് പാസ്റ്റ് ടെൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. വില്ലിന്റെ പാസ്റ്റ് ആണ് വുഡ്. അപ്പം വില്ലിന്റെ ഒക്കെ പാസ്റ്റ് എഴുതുക. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇവിടെ V1 തന്നെ എഴുതണം കേട്ടോ കുട്ടികളെ. V1 തന്നെ എഴുതണം. കാരണം എന്താണ്? മൊഡാൽ ഓക്സിലറി വെർബുകളായിട്ടുള്ള വില്ല് മുതൽ ഓട്ടിറ്റ് വരെയുള്ള ഓക്സിലറി ഏത് കഴിഞ്ഞാലും V1 ആണ് ഉത്തരം. വില്ല്, വുഡ്, ഷാള്, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ്ഡ് ടു, ഡയർ, നീഡ്, ഔട്ട് ടു. ഈ സാധനങ്ങൾ ഏത് കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? V1 ആണ്. അതുകൊണ്ടാണ് അവിടെ V1 തന്നെ വന്നിരിക്കുന്നത്. ചിലപ്പം V2 ഓപ്ഷനിൽ കാണും, എഴുതരുത്. വുഡ് V2 എന്ത് ചെയ്യുന്നൂടെ, അല്ലെങ്കിൽ പാസ്റ്റ് ആണ്, V2 ആണ് വരണ്ടേന്ന് ചിന്തിച്ചുള്ളതിൽ തെറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റൂളൊന്ന് ബോഡി നോക്കി 2 തവണ ഉറച്ചു പറഞ്ഞ്. ഇഫ് പ്ലസ് V2 വരാം, അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി വരാം? ഡിഡ്, വാസ്, വെയർ വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഒരു തവണയും കൂടെ പറഞ്ഞേ, ബോഡി നോക്കി പറഞ്ഞേ. ഇഫ് പ്ലസ് V2 അല്ലെങ്കിൽ ഡിഡ്, അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറീസ്? വാസ്, വെയർ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. എപ്പോഴും ചോദിച്ചാലും ചറപറ പറയണം. ഓക്കെ, നോക്കിയേ ചോദ്യങ്ങളിലൂടെ ഒന്ന് പരിചയപ്പെട്ടു നോക്കിയേ. ഇഫ് ഐ വെയർ ഹിയർ ഹി ഡാഷ് മീ. ഇഫ് ഐ വെയർ ഹിയർ ഹി ഡാഷ് മീ. കണ്ടല്ലോ, നമുക്ക് വെയർ വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചതിൽ ഏത്? വാസ്, വെയറിൽ വെയർ വന്നിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമുക്ക് വിൽ ഹെൽപ്പ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹെൽപ്പ് ഓപ്ഷനിലുണ്ട്, അതുപോലെ വുഡ് ഹാവ് ഹെൽപ്ഡ് ഓപ്ഷനിലുണ്ട്, നണ്ണുണ്ട്. നിങ്ങൾ തന്നെ ഉത്തരം ഒന്ന് പറഞ്ഞേ. എല്ലാവരും കമൻറ്റ് പറഞ്ഞേ. നിങ്ങൾ തന്നെ പറയണം. ഉത്തരം പറഞ്ഞു, ഉറച്ചു പറഞ്ഞു. എങ്ങനെ പറയാം? നോക്കുക, വെയർ വരുന്നുണ്ട്, വുഡ് പ്ലസ് V1. അപ്പോൾ വുഡ് വരുന്ന ഏതാണ്ടേ? ബി ഓപ്ഷൻ, വുഡ് ഹെൽപ്പോട് ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയാണ് കുട്ടികളെ. If he sang a song, you dash. If he sang a song, you dash. Will dance ഉണ്ട്, would dance ഉണ്ട്, would have danced ഉണ്ട്, എന്ത് ചെയ്യും? അതേപോലെ would dance ഉണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്കിയാണ്ടേ. സാങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സാങ്. ഇഫ് വരുന്ന സെൻസിൽ സാങ് എന്ന് പറയുന്നത് V2 ആണ്. സിംഗിന്റെ 3 രൂപം പറഞ്ഞേ. സിങ്, അതേപോലെ സാങ്, അതേപോലെ സങ്. മാറിപ്പോവല്ലേ? സങ്, സിങ്, സാങ്, സങ്. എങ്ങനെ ഓർമ്മയിലിരിക്കാം? കുട്ടികൾക്ക് സാങ്ങും സങ്ങുമാണ് മാറിപ്പോണത്. എങ്ങനെ ഓർമ്മയിലിരിക്കാം? എ കഴിഞ്ഞിട്ടാണ് യു വരുന്നതെന്ന് ഓർക്കണം. ഇവിടെ നമ്മൾ സാധാരണ ആൽഫബറ്റിൽ എ കഴിഞ്ഞിട്ടല്ലേ യു വരുന്നുള്ളൂ. അപ്പോൾ സാങ് കഴിഞ്ഞിട്ടാണ് സങ് വരുന്നത്. ഓർമ്മയിലിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ V2 ആണ്. അപ്പം മറുഭാഗത്ത് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് പ്ലസ് V1. നോക്ക്, വുഡ് വരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഡാൻസ് എന്ന് പറഞ്ഞ V2 ആണ്. അപ്പോൾ അത് ഉത്തരം വരുമോ? വരില്ല. വുഡ് വരുന്ന രണ്ടാമത്തെ ഓപ്ഷൻ, ഇവിടെ ഹാവ് ഒക്കെ വന്നിരിക്കുന്നു, വരില്ല. ഇനി വുഡ് ഡാൻസ്, V1 ഡാൻസ്. അപ്പോൾ ഉത്തരം വരുന്നത് ഏത്? വുഡ് ഡാൻസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, ക്ലിയർ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ. ഇഫ് ഐ വെന്റ് ദെയർ ഐ ഡാഷ് ഹിം. ഇഫ് ഐ വെന്റ് ദെയർ ഐ ഡാഷ് ഹിം. കണ്ടല്ലോ, വിൽ സി ഓപ്ഷനിലുണ്ട്, വുഡ് സി ഉണ്ട്, വുഡ് ഹാവ് സീൻ ഉണ്ട്, നണ്ണുണ്ട്. ഏതാണ് കുട്ടികളെ? നമുക്ക് വെന്റ് എന്ന് പറയുന്ന V2 ആണേ. V2. ഗോയുടെ 3 രൂപം പറഞ്ഞേ. ഗോ, അതേപോലെ വെന്റ്, അതേപോലെ ഗോണ്. PSC പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് V1, V2, V3 പഠിച്ചു വെച്ചിരിക്കണം. V1, V2, V3 പഠിക്കണം. അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ട വാക്കുകളെല്ലാം പഠിക്കണം, അത്യാവശ്യമാണ്. ഓക്കെ, ഇവിടെ നോക്കിയോണ്ടോ ഏത് വരുന്നു? V2 ആണ് അവിടെ വരുന്നത്. V2 വരുന്നുണ്ട്. മറുഭാഗത്ത് ഏത് വരണം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം. പ്ലസ് ഏത് വരണം കുട്ടികളെ? V1. നമുക്ക് വുഡ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വിൽ സി ഉണ്ട്, വുഡ് സി ഉണ്ട്, വുഡ് ഹാവ് സീൻ ഉണ്ട്, നണ്ണുണ്ട്. ഏത് വരും? വുഡ് വരുന്ന 2 ഓപ്ഷൻ. ഇവിടെ വുഡ് സി V1 ആണ്, ഇത് ഉത്തരം. വുഡ് ഹാവ് ആണ് വന്നിരിക്കുന്നത്. ഹാവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് വേണ്ട. ഓക്കെ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡ് സി. അടുത്ത നോക്കിയ ചോദ്യം. ഇഫ് ഐ റോട്ട് ആൻ എക്സാം ഐ ഡാഷ്. നമുക്ക് വിൽ പാസ് ഓപ്ഷനിലുണ്ട്, വുഡ് പാസ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് പാസ്ഡ് ഓപ്ഷനിലുണ്ട്, നണ്ണ്. നോക്കിയാണ്ടോ, റോട്ട് എന്ന് പറയുന്ന V2 ആണേ. V2 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഓക്കെ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരുന്ന ഓപ്ഷൻ നോക്ക്. ഒന്നാമത്തെ വിൽ പാസ് വരില്ല, രണ്ടാമത്തെ വുഡ് പാസ് വരുന്നു. ഇനി വുഡ് ഹാവ് പാസ്ഡ്, ഹാവ് വരുന്നു, വരില്ല. നണ്ണ് വരില്ല. ഓക്കെ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡ് പാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഹി പാസ്ഡ് ദ എക്സാം he dash a party. If he passed the exam he dash a party. Will arrange ഓപ്ഷനിലുണ്ട്, will have arranged ഓപ്ഷനിലുണ്ട്,
വുഡ് അറേഞ്ച് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് അറേഞ്ച്ഡ് ഓപ്ഷനിലുണ്ട്. പറഞ്ഞു നോക്കിയേ, ഇവിടെ പാസ്റ്റ് എന്ന് പറയുന്നത് V2 ആണ് കുട്ടികളെ. V2 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്തേത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നോക്ക്, വില്ല് വരുന്നു, ഓപ്ഷൻ വരുന്നു, ഉത്തരം വരില്ല. ഇവിടെ വിൽ ഹാവ് വരുന്നു, ഉത്തരം വരില്ല, വില്ലാണ് കിടക്കുന്നത്. ഇവിടെ വുഡ് അറേഞ്ച് V1, ഉത്തരം വരുന്നു. ഇനി ഇവിടെ വുഡ് ഹാവ് ആണ്, കൊണ്ട് വരില്ല. ഹാവ് വരുന്ന യൂസേജിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടില്ല. അടുത്ത് നോക്കിയേ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ എങ്ങനെയായിരുന്നു പറഞ്ഞത്? ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V2 വരാം, അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറീസ്? ഡിഡ് വരാം, വാസ് വരാം, വേർ വരാം. ഡിഡ്, വാസ്, വേർ. ഓക്കെ, വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏതാണെന്ന് പറഞ്ഞു? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരും. എന്നാൽ ഒന്നാമത്തെ റൂളും കൂടെ ഒന്ന് പറഞ്ഞിട്ട് പോയേ. ഒന്നാമത്തെ റൂളും കൂടെ പറഞ്ഞേ. ഇഫ് കഴിഞ്ഞിട്ട് V1 വരാം, അല്ലെങ്കിൽ ഏത് വരാം? എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഓക്സിലറി? ഡു, ഡസ്, ഈസ്, ആം, ആറ്, അതുപോലെ ഹാസ്, ഹാവ് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏതാണ് കുട്ടികളെ? വുഡ്, വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയാൽ മൂന്നാമത്തെ കണ്ടീഷൻ, അതോടെ ഇഫ് ക്ലോസ് തീരും കേട്ടോ. മൂന്നാമത്തെ കണ്ടീഷൻ ഇംപോസിബിൾ കണ്ടീഷൻസ്, ഒരിക്കലും അസാധ്യമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നോക്കിയേ, പഠിച്ചേ. എന്ത് ചെയ്യുന്നൂടെ? 3 റൂള് പഠിക്കണം കേട്ടോ, 3 എണ്ണം പഠിക്കണം. നോക്കിയാണ്ടേ, ഒന്നാമത്തെ പഠിച്ചോണം. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ഓക്കെ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നതെങ്കിൽ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പോൾ ഒന്നാമത്തെ റൂള് പറഞ്ഞ ഇഫിന്റെ മൂന്നാമത്തെ റൂള്, അല്ലെങ്കിൽ ഒന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞ കൂട്ടില്ലേ, ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നതെങ്കിൽ, ഹാഡ് ഇവിടെ ശ്രദ്ധിച്ചോണം, ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം, കഴിഞ്ഞിട്ട് ഹാവ് പ്ലസ് V3. ഇവിടെ നമുക്ക് വെർബ് V3 ആണേ, ഹാവ് പ്ലസ് V3. അപ്പോൾ നമുക്ക് ഉത്തരം വുഡ് ഹാവ് പ്ലസ് V3 വരാം, ഷുഡ് ഹാവ് പ്ലസ് V3 വരാം, കുഡ് ഹാവ് പ്ലസ് V3 വരാം, മൈറ്റ് ഹാവ് പ്ലസ് V3 വരാം. ഇനി ഹാഡ് വരുന്ന തന്നെ ആ 2 വേരിയന്റും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേ. ഹാഡ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ വെർബല്ലേ കുട്ടികളെ പറഞ്ഞത് V3 ഫോമുല, പക്ഷെ ഇവിടെ വെർബല്ല. ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നത്, എന്തെങ്കിലും ഒരു പേരുകളാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് റൂൾ എഴുതാൻ പാടില്ല? ഈ റൂൾ എഴുതാൻ പാടില്ല. ഹാഡ് കണ്ട ഉടനെ വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 എഴുതരുത്, ശ്രദ്ധ കൊടുക്കണം. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് നോക്കണം, അതൊരു നൗണാണോ നോക്കണം, എന്തെങ്കിലും പേരായ ശബ്ദമാണോ നോക്കണം. എങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് എഴുതണം. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഈ ഹാഡ് പറയാത്തത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അങ്ങ് പോകും. ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന വാക്ക് ഒരു നൗൺ ആണെങ്കിൽ നമുക്ക് മറുഭാഗത്ത് രണ്ടാമത്തെ റൂൾ എഴുതണം. രണ്ടാമത്തെ റൂൾ ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇഫ് പ്ലസ് ആ 2 റൂളൊന്ന് ഒരുമിച്ച് പറഞ്ഞേ, ഒന്ന് ശ്രദ്ധിച്ച് പറയണേ. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് വെർബ് V3 ഫോമിൽ വെർബാണ് കിടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇനി ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നൗണാണ് കിടക്കുന്നെങ്കിലാ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. കാരണവും കൂടെ ഞാൻ പറഞ്ഞു തരട്ടാ. ഈ ഹാഡ് ഇവിടെ നോക്കടോ, ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോമിലെ വെർബുണ്ട്, ഇവിടെ ഹാഡ് കഴിഞ്ഞിട്ട് എന്തില്ല? വെർബില്ല. അതുകൊണ്ട് ഈ ഹാഡിന് നമ്മൾ എന്തായിട്ട് എടുക്കും? വെർബായിട്ട് എടുക്കും. എന്ത് വെർബായിട്ട്? V2 ഫോമിലെ വെർബ്. അപ്പോൾ ഇഫ് പ്ലസ് V2 ആയില്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂൾ എഴുതി. ക്ലിയർ ആണോ കുട്ടികളെ? ഇനി അടുത്ത് നോക്കുക, ഹാഡ് വരുന്നതിന് മൂന്നാമത്തെ റൂളും കൂടെ പഠിച്ചു വയ്ക്കുക. ഇഫ് കഴിഞ്ഞിട്ട് 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നൂടെ? നൗണാണ് വരുന്നത്. ഇഫ് കഴിഞ്ഞിട്ട് 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗണ്. ഇവിടെ നൗണാണേ, വെർബല്ല, നൗണ്. 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗണ് കിടക്കുന്നതെങ്കിൽ, ഇഫ് കഴിഞ്ഞിട്ട് 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗണ് കിടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏത് വരും കുട്ടികളെ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓക്കെ, അതായത് ഇവിടെ നോക്ക്, ഹാഡ് കഴിഞ്ഞിട്ട് നൗണ് വരുന്ന സാധനം നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഹാഡ് കഴിഞ്ഞിട്ട് നൗണ് കണ്ടുടനെ എഴുതരുത്. 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗണ് കിടക്കുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അതായത് ഈ മൂന്നാമത്തെ റൂൾ വെച്ചിട്ട് ഉത്തരം എഴുതണം. കാരണം എന്തിനാണെന്ന് അറിയാമോ? അതായത് ഒരു ഹാഡിനെ ഓക്സിലറി വെർബായിട്ടും ഒരു ഹാഡിനെ മെയിൻ വെർബായിട്ടും നമ്മൾ എടുത്ത് ഉത്തരം എഴുതും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇഫിന്റെ 3 റൂളൊന്ന് എന്ത് ചെയ്യുന്നൂടെ? മൂന്നാമത്തെ റൂളൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇനി ഇഫ് കഴിഞ്ഞിട്ട് 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ്
ഹാവ് പ്ലസ് V3 അവിടെ വരണം. ഇത്രയും കാര്യങ്ങൾ ഓർമ്മയിലേക്കുമല്ലോ. ചോദ്യങ്ങളിലേക്ക് പോവാം. ചോദ്യം നോക്കിയേ, നിങ്ങൾ അതിന് ഉത്തരങ്ങൾ പറയണം കേട്ടോ. ഇഫ് ഹി ഹാഡ് ടൈം ഹി ഡാഷ് എ പാർട്ടി. ശ്രദ്ധിച്ച് വേണം പറയാം. ഹാഡ് വരുന്ന സെൻസ് ശ്രദ്ധിക്കണം. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഹാഡ് കഴിഞ്ഞിട്ട് വെർബാണ് കിടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് ഉഡ് ഷുഡ് ഗുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഉഡ് ഷുഡ് ഗുഡ് മൈറ്റ് പ്ലസ് V1. 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിൽ ഉഡ് ഷുഡ് ഗുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്കിയേ ചോദ്യം, ഇഫ് ഹി ഹാഡ് ടൈം ഹി ഡാഷ് എ പാർട്ടി. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്ത് ചെയ്യുന്നൂടെ, തന്നിരിക്കുന്നതിൽ എന്ത് വന്നിരിക്കുന്നു, ഹാഡ് കഴിഞ്ഞിട്ട് ടൈം എന്ന് വന്നിട്ടുണ്ട്. ഹാഡ് കഴിഞ്ഞിട്ട് ടൈം എന്ന് പറയുന്നത് എന്താണ് കിട്ടില്ല? ടൈം എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് ഒരു നൗണാണ്. ടൈം എന്ന് പറയുന്നത് ഒരു നൗണാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നൂടെ, ഹാഡ് പ്ലസ് നൗൺ അല്ലേ വന്നിരിക്കുന്നത്, ഹാഡ് പ്ലസ് നൗൺ. അപ്പൊ നമ്മൾ ഉത്തരം എന്ത് ചെയ്യണം, ഉഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. അപ്പൊ ഉഡ് കുഡ് ഷുഡ് മൈറ്റ് പ്ലസ് V1 വരുന്ന ഓപ്ഷൻ ഏതാണ്? ഒന്നാമത്തെ വിൽ അറേഞ്ച് ഉണ്ട്, രണ്ടാമത്തെ ഉഡ് അറേഞ്ച് ഉണ്ട്, മൂന്നാമത്തെ ഉഡ് ഹാവ് അറേഞ്ച്ഡ് ഉണ്ട്, നാലാമത്തെ നണ്ണ്. ഏത് ഉത്തരം വരും കുട്ടികളെ? ഉഡ് അറേഞ്ച്. എല്ലാവരും പറയണേ ഉഡ് അറേഞ്ച്. കാരണം ഉഡ് അറേഞ്ച് വന്നതിന് കാരണം അറിയാമല്ലോ, ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ ആണ് കിടക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാണ്ടോ. ഇഫ് ഹി ഹാഡ് ടൈം ഹി ഡാഷ് ആൻ എക്സാം. കണ്ടല്ലോ, നോക്ക് ഓപ്ഷനിൽ വിൽ റൈറ്റ് ഉണ്ട്, ഉഡ് റൈറ്റ് ഉണ്ട്, ഉഡ് ഹാവ് റോട്ട് ഉണ്ട്, അതുപോലെ വുഡ് ഹാവ് റിട്ടൺ ഉണ്ട്. ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കിയേ, എങ്ങനെ പറയാം? നമുക്കിവിടെ 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ കിടക്കുന്നത്. ടൈം എന്ന് പറയുന്ന നൗണാണ്. നേരത്തെ വന്ന സെയിം ക്വസ്റ്റ്യനിൽ ചെറിയ വ്യത്യാസം. അപ്പൊ 2 ഹാഡ് വന്നു കഴിഞ്ഞാൽ 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നെങ്കിൽ ഏത് റൂളാണ് കുട്ടികളെ? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. കാരണം എന്താണെന്ന് പറഞ്ഞു, ഒരു ഹാഡിനെ ഓക്സിലറി ആയിട്ടും ഒരു ഹാഡിനെ V3 ഫോമിൽ വെർബായിട്ടും കൺസിഡർ ചെയ്ത് നമുക്ക് ഉത്തരം എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാടോ? അപ്പം വുഡ് ഹാവ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ നോക്കാം. നോക്ക്, ഇത് വില്ലാണ്, ഓപ്ഷൻ വരില്ല. ഇത് വുഡാണ്, വുഡ് ഹാവ് വന്നിട്ടില്ല. ഇവിടെ വുഡ് ഹാവ് റോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ റൈറ്റിന്റെ 3 രൂപം പറഞ്ഞു കിട്ടില്ലേ, റൈറ്റ്, അതേപോലെ റോട്ട്, റൈറ്റ് റോട്ട്, അതുപോലെ റിട്ടൺ, റൈറ്റ് റോട്ട് റിട്ടൺ. കണ്ടല്ലോ, ഇപ്പൊ റിട്ടൺ ഇത് റോട്ട് വരുമോ? റോട്ട് വരൂല, അത് V2 ആണ്, അത് വരില്ല. നമുക്ക് V3 ആണ് വേണ്ടത്. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഏതാണ്ട് റിട്ടൺ. അതുകൊണ്ട് വുഡ് ഹാവ് റിട്ടൺ ആണ് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഹി ഹാഡ് റിട്ടൺ ആൻ എക്സാം ഹി ഡാഷ്. ഇഫ് ഹി ഹാഡ് റിട്ടൺ ആൻ എക്സാം ഹി ഡാഷ്. കണ്ടല്ലോ, ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് കിടക്കുന്നത് കേട്ടോ. ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്ക്, ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ ഏതാണ് കുട്ടികളെ ഉത്തരം? ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഇത് റൂൾ പറഞ്ഞു തന്നെ ഉത്തരങ്ങൾ എഴുതണം കേട്ടോ. അപ്പൊ നമുക്ക് മാറൂല, തെറ്റൂല. ഓക്കെ, അപ്പൊ നമുക്ക് വിൽ പാസ് വരില്ല, വുഡ് പാസ് വരില്ല, വുഡ് ഹാവ് പാസ്ഡ് വരുന്നു, ഡി ഓപ്ഷൻ നണ്ണ് വരില്ല. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡ് ഹാവ് പാസ്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി, ഹാഡ് ഐ നോൺ ദിസ് കോമ ഡാഷ്. ഹാഡ് ഐ നോൺ ദിസ് കോമ ഡാഷ്. കണ്ടല്ലോ, ഹാഡ് വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നു? നോൺ എന്ന് പറയുന്നത് V3 ആണ്. അപ്പൊ ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ട്, ഹാഡ് പ്ലസ് V3. അപ്പൊ നോക്ക്, മറുഭാഗത്ത് ഏത് പറഞ്ഞ കൂട്ടില്ലേ? അപ്പൊ ഇഫ് അവിടെ വന്നിട്ടില്ലെന്നേ ഉള്ളൂ കേട്ടോ. ചോദ്യം ഇഫ് വരുന്ന ചോദ്യം തന്നെയാണ്. മറുഭാഗത്ത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അപ്പൊ നോക്ക്, ഇവിടെ വുഡ് വന്നിട്ടുണ്ട് പക്ഷെ ഹാവ് വന്നിട്ടില്ല. ഇവിടെ വുഡ് ഹാവ് വന്നിട്ടുണ്ട് പക്ഷെ കീപ്പ് എന്ന് പറയുന്നത് V1 ആണ്, അത് വരില്ല. ഓക്കെ, ഇവിടെ വിൽ ഹാവ് ആണ്, വരില്ല. ഇവിടെ വുഡ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, കെപ്റ്റ് വന്നിട്ടുണ്ട്, കെപ്റ്റ് V3 ആണ് കുട്ടികളെ. അതുകൊണ്ട് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നൂടെ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് ദ മണി ഐ ഡാഷ് എ കാർ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ ഡാഷ് എ കാർ. കണ്ടല്ലോ, ഇവിടെ നോക്ക്, ഹാഡ് കഴിഞ്ഞിട്ട് എന്ത് വന്നിരിക്കുന്നോടോ? ദ മണി. മണി എന്ന് പറയുന്നത് നൗണാണ്, മണി എന്ന് പറയുന്നത് നൗണ്. അപ്പൊ നമുക്ക് ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഉത്തരം ഏതാണ്ടേ? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. നോക്ക്, ഐ വുഡ് ബൈ ഓപ്ഷനിലുണ്ട്, വിൽ ബൈ ഉണ്ട്, വുഡ് ഹാവ് ബോട്ട് ഉണ്ട്, ബോട്ട് ഉണ്ട്. ഏത് വരുന്നൂടെ? വുഡ് ബൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? വുഡ് ബൈ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് ടൈം ഐ ഡാഷ് ദ എക്സിബിഷൻ. ഇഫ് ഐ ഹാഡ് ടൈം ഐ ഡാഷ് ദ എക്സിബിഷൻ. കണ്ടല്ലോ, നോക്കെ, ഇഫ് ക്ലോസ് വരുന്ന സെന്റൻസ് ആണ്. ഹാഡ് കഴിഞ്ഞിട്ട് ടൈം എന്ന് പറയുന്നത് ഒരു നൗണാണ്, നൗണല്ലേ? അപ്പൊ ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നെങ്കിൽ ഏത് ഉത്തരം? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഏതാണ്? V1 ഉത്തരമായിട്ട് വരണം. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് V1. നോക്ക്,
ഷാൾ വിസിറ്റ് ഉണ്ട്, വരില്ല. വിൽ വിസിറ്റ് ഉണ്ട്, വരില്ല. വുഡ് ഷുഡ് ഹാവ് വിസിറ്റഡ് വരില്ല. ഷുഡ് വിസിറ്റ് അവിടെ ഏത് ഉത്തരം വരുന്നു? ഇവിടെ ഷുഡ് വിസിറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ? കാരണം എന്താണ്? ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗൺ വന്നിരിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. He would not have failed. He would not have failed if he dash enough money. He would have failed. He would not have failed if he dash enough money. തന്നിരിക്കുന്ന ചോദ്യത്തില് നമുക്ക് would വന്നിട്ടുണ്ട്, have വന്നിട്ടുണ്ട്, failed v3 വന്നിട്ടുണ്ട്. അപ്പൊ would have പ്ലസ് v3 വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ if വരുന്ന ഭാഗത്ത് ഏത് നോക്കണം കുട്ടികളെ? if നേരെ തിരിച്ച് ചിന്തിക്കുക. if വരുന്ന ഭാഗത്ത് എന്ത് നോക്കണം? ഹാഡ് പ്ലസ് v3 വരണം. നോക്ക്, ഒന്നാമത്തേല് വുഡ് ഹാവ് ആണ്, വരൂ കുട്ടികളെ? വരില്ല. ഇനി രണ്ടാമത്തേല് ഹാഡ് ആണ്, രണ്ട് ഹാഡ്. തുടർന്ന് വരുന്ന വാക്ക് ഇനഫ് മണിയാണ്, അതൊരു നൗൺ ആണ്. അപ്പൊ ഇത് എഴുതി കൂടെ കുട്ടികളെ ഹാഡ്. കാരണം ഒരു ഹാഡിന് ഓക്സിലറിയും ഒരു ഹാഡിന് വെർബായിട്ട് എടുക്കാം, ബാക്കി നൗൺ വന്നിരിക്കുന്നു. മറുഭാഗത്ത് വുഡ് ഹാവ് പ്ലസ് v3. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഹാഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് വുഡ് ഹാവ് ഹാഡ്. ഇങ്ങനെ ഒരു റൂളിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. വാസ് ഹാവിങ് പഠിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാഡ്. കാരണം എന്താണ്? ഇവിടെ വുഡ് ഹാവ് പ്ലസ് v3 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഹാഡ് പ്ലസ് v3 വരണം. നമുക്ക് v3 ഒന്നും വെർബൊന്നും ഓപ്ഷൻ ഇല്ല. അപ്പൊ രണ്ട് ഹാഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഈ റൂൾ വെച്ചിട്ട് എഴുതാം. ഒരു ഹാഡിന് ഓക്സിലറിയും ഒരു ഹാഡിന് വെർബായിട്ട് എടുക്കാം. ഇനഫ് മണി എന്ന് പറയുന്ന നൗൺ ആണ്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഷീ ഡാഷ് എ ബേർഡ് ഷീ വുഡ് ഫ്ലൈ. കണ്ടല്ലോ, ഇവിടെ തന്നിരിക്കുന്നതിൽ ഈസ് ഉണ്ട്, ആറുണ്ട്, വേറുണ്ട്, വാസ് ഉണ്ട്. ഇവിടെ വുഡ് ഫ്ലൈ വന്നിട്ടുണ്ട്. വുഡ് ഫ്ലൈ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരാൻ കിട്ടില്ല? വാസ് അല്ലെങ്കിൽ വേറ് വരാം. വാസ് അല്ലെങ്കിൽ വേറ് ഓപ്ഷൻ നമുക്ക് വാസും വേറും വരാം. ഇതെന്തായാലും വരില്ല. കാരണം v2 അല്ലെങ്കിൽ ഡിഡ് വരാം. വാസ് അല്ലെങ്കിൽ വേറെ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് v1 ഉത്തരമായിട്ട് വരാം. ഓക്കെ, ഇവിടെ നോക്കടോ. ഇപ്പോൾ പൊതുവേ ഷീ സിംഗുലാർ ആയതുകൊണ്ട് എല്ലാവരും വാസ് എഴുതി വയ്ക്കും. പക്ഷേ വാസ് അല്ല ഉത്തരം, വാസ് തെറ്റാണ്, വേറാണ്. ഇഫ് ക്ലോസിൽ രണ്ടാമത്തെ റൂളിൽ എപ്പോഴും പഠിക്കുക. ഇഫ് ക്ലോസിൽ, അതായത് ഇംപ്രോബബിൾ കണ്ടീഷനിൽ, ഇഫ് ക്ലോസിൽ രണ്ടാമത്തെ കണ്ടീഷനിൽ ഐയോടൊപ്പം, അതേപോലെ ഷീയോടൊപ്പം, അതേപോലെ ഹീയോടൊപ്പം, ഐ ഹി ഷീ ഇവയോടൊപ്പം നമുക്ക് എന്ത് ചേർത്ത് പറയാം? വേറെ ചേർത്താണ് പറയേണ്ടത്. ഇമ്പോസിബിൾ കണ്ടീഷനാണ്, നടക്കാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ഇമ്പോസിബിൾ കണ്ടീഷനാണ്ട് ഐ ഷീ ഹി ഇവയോടൊപ്പം വാസാണ് നമ്മൾ ചേർക്കേണ്ടത്. പക്ഷെ വേറെ ചേർത്താണ് ഇഫ് ക്ലോസിൽ പറയേണ്ടത്. മറക്കൂലല്ല, ഇത് ഓർമ്മയിലിരിക്കണം കേട്ടോ. വരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം വരുന്നത് സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്ത് ചെയ്യുന്നു? ഇഫ് ക്ലോസിന് 3 കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് ഇഫ് പ്ലസ് v1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ലെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ്, അല്ലെങ്കിൽ എന്തൊക്കെ വരാം? ഈസ്, ആം, ആർ, അതേപോലെ ഹാസ്, ഹാവ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് v1. രണ്ടാമത്താണെങ്കിലോ ഇഫ് കഴിഞ്ഞിട്ട് v2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേറ് വരാം. വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് v1. മൂന്നാമത്താണെങ്കിലോ ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് v3 വരുന്നതെങ്കിൽ, v3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ് ഹാവ് അല്ലെങ്കിൽ വുഡ് ഷുഡ് കുഡ് മൈറ്റ്, വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് v3. ഓക്കെ, അതിനകത്ത് തന്നെ 2 എക്സെപ്ഷണൽ കേസും കൂടെ പറഞ്ഞല്ലോ കുട്ടികളെ. എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് കിടക്കുന്നതെങ്കിൽ തുടർന്നു വരുന്ന വെർബ്, തുടർന്നു വരുന്ന ഭാഗം, റിമൈനിങ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് v1 എഴുതണം. അതിൻ്റെ തന്നെ മറ്റൊരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞല്ലോ. 2 ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരം ഏത്? വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് v3. വുഡ് ഷുഡ് കുഡ് മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് v3. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ആദ്യം ചോദിച്ച ആ 5 ചോദ്യങ്ങളുടെ ഉത്തരത്തിലേക്ക് പോവാം. ഇനി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ആ ടോപ്പിക്ക് ക്ലിയർ ആയി. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കുറേ ചെയ്തു. ഇനി നമ്മൾ ആദ്യം ചെയ്ത ചോദ്യങ്ങളിലേക്ക് പോകുന്നു. നോക്കിയേ, ഇനി നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഇഫ് ഐ ഹാവ് മണി ഐ ഡാഷ് എ കാർ. ഇഫ് ഐ ഹാവ് മണി ഐ ഡാഷ് എ കാർ. നോക്കി, നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു നോക്കിയേ. എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഇപ്പോൾ സുഖമായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. കാരണം എന്താണ്? നമ്മൾ ആ ടോപ്പിക്ക് ഇപ്പോൾ ക്ലിയർ ചെയ്തേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ. ഹാവ് വരുന്ന സെന്റൻസിൽ എന്താണ് പറഞ്ഞത്? ഹാവ് വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് v1 ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ ചോദ്യം.
ആദ്യത്തെ വുഡാണ് വരുന്നത്, ഐ വുഡ് വരില്ല. രണ്ടാമത്തെ വില്ല് വരുന്നു, ഉത്തരം വരാം. മൂന്നാമത്തെ വുഡാണ് വന്നിരിക്കുന്നത്, വരില്ല. നാലാമത്തെ ബോട്ട്, ഏത് ഉത്തരം വരുന്നു കൂട്ടളെ? ഐ വിൽ ബൈ, ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരും. നിങ്ങൾ ആദ്യം എഴുതിയതിൽ നോക്കിയാണ് ബി ഓപ്ഷൻ ആണെന്ന്, ഇല്ലാത്തവർക്ക് ഇപ്പം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. അടുത്ത് നോക്കിയാൽ രണ്ടാമത്തെ ചോദ്യം ഏതായിരുന്നു? ചോദ്യം ഇതായിരുന്നു, ഐ വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഐ ഡാഷ് ഇഫ് ഹി ഡാഷ് ഇനഫ് മണി. കണ്ടല്ലോ ചോദ്യം. അപ്പൊ നമുക്ക് ഇഫ് വരുന്ന ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. മറുഭാഗം നോക്കി, വുഡ് കഴിഞ്ഞിട്ട് ഹാവ് കഴിഞ്ഞിട്ട് V3 വന്നിരിക്കുന്നു. അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ നമ്മുടെ മെയിൻ ക്ലോസിനകത്ത് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ ഇഫ് വരുന്ന ഭാഗത്ത് എന്ത് വരണം? ഹാഡ് കഴിഞ്ഞിട്ട് V3 ഫോമിൽ വെർബ് വരണം. നോക്കിയേ, നമുക്കിവിടെ വെർബ് ഒന്നും ഓപ്ഷൻ ഉണ്ടാ? തന്നിരിക്കുന്നതില് ഒന്നാമത്തേൽ വുഡ് ഹാവ് വരൂ കുട്ടികളെ? വരില്ല. രണ്ടാമത്തേൽ ഹാഡ് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നതെങ്കിൽ, ഇവിടെ രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ ആണ് വരുന്നത്. നൗൺ എന്ന് പറഞ്ഞാൽ മണി, ഇനഫ് മണി എന്ന് പറയുന്ന നൗൺ ആണ്. ഓക്കെ, രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് നൗൺ വരുന്നതെങ്കിൽ ഉത്തരം ഏതാണ്? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. നോക്ക്, അങ്ങനെയല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് ഉത്തരം വരുന്നു? ഹാഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വെർബ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് ഹാഡ് വന്നിരിക്കുന്നു, ഒന്നിലും വെർബ് വന്നിട്ടില്ല. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ വുഡ് ഹാവ് ഹാഡ് ആണ്. അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. വാസ് ഹാവിങ് പഠിച്ചിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാഡ്. കാരണം എന്താ? ഒരു ഹാഡ് ഓക്സിലറി, ഒരു ഹാഡ് മെയിൻ വെർബ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മറുഭാഗത്ത്, അതായത് രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വന്നിരിക്കുന്നു? ഒരു നൗൺ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ് ഹാവ് പ്ലസ് V3 വരാം. ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കിയേ, ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് കൊമ ഡാഷ് തന്നിരിക്കുന്നതിൽ ദ മാച്ച് വുഡ് ബി അല്ലെങ്കിൽ വുഡ് ബി ക്യാൻസൽഡ് ഉണ്ട്, ദ മാച്ച് വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ് ഉണ്ട്, ദ മാച്ച് വിൽ ബി ക്യാൻസൽഡ് ഉണ്ട്, ദ മാച്ച് വുഡ് ഹാവ് ക്യാൻസൽഡ് ഉണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയായിരുന്നു? അവിടെ ഹാഡ് പ്ലസ് ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്. കണ്ടല്ലോ, രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് നൗൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണെന്ന് പറഞ്ഞു? മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. അങ്ങനെ വരുന്നു. ഇതിൽ ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇതിൽ നോക്കിയാണ്ടേ ഇത് വുഡ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, ബീൻ എന്ന് പറയുന്നത് V3 ഫോം ആയിട്ട് എടുക്കാം. V3 ആണ്. ഓക്കെ, അത് ഉത്തരമായിട്ട് വരാം. ഇനി അടുത്ത് നോക്കിയേ, വിൽ ചെയ്യുന്നൂടെ ദ മാച്ച് വിൽ ബി ക്യാൻസൽഡ് വരില്ല, വില്ലാണ് കിടക്കുന്നത്. അടുത്ത് നോക്കിയേ, ദ മാച്ച് വുഡ് ഹാവ് ക്യാൻസൽഡ്. അപ്പം വുഡ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, V3 ക്യാൻസൽഡ് V3 ആണ്. ഇതും ഉത്തരമായിട്ട് വരാം. പക്ഷേ ഇത് എടുക്കില്ല, കാരണം ആശയപരമായിട്ട് ഏതേ ഉത്തരം വരുള്ളൂ? ക്യാൻസൽ, വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ്. മഴ പെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പെയ്യാൻ സാധ്യതയുണ്ട്, പെയ്ത് കഴിഞ്ഞാൽ കളി ക്യാൻസൽ ചെയ്യപ്പെടാം എന്നർത്ഥത്തിൽ പറയുന്നു. മറ്റേ ഹാവ് ക്യാൻസൽഡ് എന്ന് പറഞ്ഞാൽ ചെയ്യും എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ആശയപരമായിട്ട് ഏതാണ് വരുന്നത്? ദ മാച്ച് വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ്. സാധ്യതയുണ്ട്, ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത് നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്, ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വാസ് യു. കറക്റ്റ് ദ സെന്റൻസിനെ കറക്റ്റ് ചെയ്ത് എഴുതാനാണ്. താഴെ ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള രൂപം ഏതെന്നാണ് നോക്കിയേ. നമ്മളൊന്ന് ആദ്യമേ പറഞ്ഞു നോക്കുക, വുഡ് കഴിഞ്ഞിട്ട് പേ വന്നിരിക്കുന്നു. അപ്പോൾ വുഡ് പ്ലസ് V1 കറക്റ്റ് ആണ്, ആ ഭാഗത്ത് തെറ്റില്ല. ഇഫ് വന്നിട്ടുണ്ട്, ഐ വന്നിട്ടുണ്ട്. ഇവിടെ വാസ് ശരി തന്നെയാണ്, കാരണം വാസ് വരുന്ന ഭാഗത്ത് മറുഭാഗത്ത് വരും. പക്ഷെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടോ? ഐയോടൊപ്പം, അതായത് ഇഫ് ക്ലോസില് ഐയോടൊപ്പവും അതേപോലെ ഹിയോടൊപ്പവും അതേപോലെ ഷിയോടൊപ്പം വാസ് ചേർക്കാൻ പാടുണ്ടോ? ഇല്ല. എന്ത് ചേർക്കാൻ പറഞ്ഞു? വേറ് ചേർക്കണം. അപ്പൊ ഇവിടെയാണ് തെറ്റ്, കാരണം വാസ് വരാൻ പാടില്ല, വേർ. അപ്പൊ വേർ വരുന്ന ഓപ്ഷൻ നോക്കിയേ, ദാ ഇവിടെ കിടപ്പുണ്ട്. ഇഫ് ഐ എന്ത് ചെയ്യുന്നു? ഇവിടെ ദാ ഇവിടെ കിടപ്പുണ്ട്. ഒന്നാമത്തേല് വേർ വന്നിട്ടുണ്ട്, ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വാസ് ഐ വെയർ യു. ഇത് ഉത്തരം ശരിയായിട്ട് വരാം. രണ്ടാമത്തെ വുഡ് പേ വന്നിട്ടുണ്ട്, ആമാണ് കിടക്കുന്നത്, ഉത്തരം വരില്ല. ഇനി വുഡ് പെയ്ഡ് ആണ് കിടക്കുന്നത്. ഇവിടെ വേറൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ പെയ്ഡ് എന്ന് പറഞ്ഞ് V2 ആണ്. നമ്മള് വുഡ് കഴിഞ്ഞിട്ട് V2 എഴുതാൻ പാടുണ്ടോ? ഇല്ല, അതുകൊണ്ട് അത് വരില്ല. ഇവിടെ വുഡ് പേ വന്നിട്ടുണ്ട്, ഇവിടെ ആറാണ് കിടക്കുന്നത്, അതും വരില്ല. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് ഏത് വരുന്നൂടെ? എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വെയർ യു. കാരണം അറിയാമല്ലോ, ഇഫ് ക്ലോസില് രണ്ടാമത്തെ റൂളില് ഇമ്പോസിബിൾ കണ്ടീഷൻ ആണ്. അതുകൊണ്ട് ഐയോടൊപ്പം സിംഗുലാർ സബ്ജക്റ്റുകളോടൊപ്പം നമുക്ക് എന്ത് ചേർത്ത് പറയാം? വെയർ ചേർത്തിട്ട് പറയാം. ഐ നമുക്ക് പൊതുവേ പ്ലൂറലാണ്,
പക്ഷേ വാസോർ വേറിൽ നമുക്ക് ഗ്രാമാറ്റിക്കലി ടെൻസിലൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? വാസാണ് ചേർക്കുന്നത്. പക്ഷെ വേറെ ചേർക്കുന്ന കണ്ടീഷൻ ഇഫ് ക്ലോസിൽ രണ്ടാമത്തെ റൂളിലാണ്. ഹിയോടൊപ്പം ഷീയോടൊപ്പം നമുക്ക് എന്ത് ചേർക്കാം? വേറെ ചേർത്തിട്ട് പറയാം. നമ്മളത് ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഐ വുഡിൻറ്റ് ജമ്പ് ഓൺ, ഐ വുഡിൻറ്റ് ജമ്പ് ഓൺ, ഐ വുഡിൻറ്റ് ജമ്പ് ഓൺ, കൊമ ഡാഷ്. ഇഫ് ഐ ആം യു ഓപ്ഷനിലുണ്ട്. ഇഫ് ഐ ഹാഡ് ബീൻ യു ഓപ്ഷനിലുണ്ട്. ഇഫ് ഐ വേർ യു ഓപ്ഷനിലുണ്ട്. ഇഫ് ഐ വുഡ് ഹാവ് ബീൻ യു ഓപ്ഷനിലുണ്ട്. ഏതാണ് ഉത്തരം കുട്ടികളെ? നമ്മൾ നോക്കിയേ. വുഡ് പ്ലസ് V1, വുഡ് കഴിഞ്ഞിട്ട് V1 വരുന്നത് മറുഭാഗത്ത് ഏത് പറഞ്ഞു കുട്ടികളെ? വുഡ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് V2 വരാം. മറുഭാഗത്ത് ഏത് വരാം? V2 വരാം. അല്ല എങ്കിൽ വാസ് അല്ലെങ്കിൽ വേറ് വരാം. വാസ് അല്ലെങ്കിൽ വേറ് വരാം. അല്ല എങ്കിൽ ഡിഡ് വരാം. നോക്കടോ, V2 വരാം. ഇവിടെ V2 വരാം. അല്ലെങ്കിൽ വാസ് വരാം. അല്ല എങ്കിൽ വേറ് വരാം. അല്ല എങ്കിൽ ഏത് വരാം? ഡിഡും വരാം. ഇതിൽ നമ്മൾ ഏത് വരുന്ന വാക്കുണ്ടാന്ന് നോക്കിയേ. ഒന്നാമത്തെ ആമാണ്, വരില്ല. രണ്ടാമത്തെ ഹാഡ് ബീൻ ആണ്, വരില്ല. മൂന്നാമത്തെ ഇതാ വേറ് കിടക്കുന്നു. അപ്പൊ ഇഫ് ഐ വേർ യു അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത വുഡ് ഹാവ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇഫ് ഐ വേർ യു. ഐ വുഡിൻറ്റ് ജമ്പ് ഓൺ ഇഫ് ഐ വേർ യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണോ കുട്ടികളെ? അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ ഡാഷ് ടു യു, ഐ ഡാഷ് ടു യു. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നത്. അപ്പൊ ഹാഡ് പ്ലസ് V3 വന്നിട്ടുണ്ടെങ്കിൽ, ഹാഡ് കഴിഞ്ഞിട്ട് V3 വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് വരണം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ് പ്ലസ് അല്ലെങ്കിൽ മൈറ്റ് ഹാവ് പ്ലസ് V3 അവിടെ ഉത്തരമായിട്ട് വരണം. ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നതെങ്കിൽ. ഇവിടെ നോക്കിയാണ്ടോ, ചോദ്യത്തിൽ ഉത്തരത്തിൽ വിൽ ഹാവ് ഉണ്ട്, അതുപോലെ വുഡ് ഹാവ് ഉണ്ട്, അതേപോലെ വുഡ് വിൽ ഹാവ് ഉണ്ട്, വുഡ് ഉണ്ട്, വുഡ് ഹാവ് ഉണ്ട്, ഹാഡ് ഉണ്ട്. ഏത് വരുന്നു? വുഡ് ഹാവ് ടു യു, വുഡ് ഹാവ് ടു യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ വുഡ് ഹാവ് ടു യു, ഐ വുഡ് ഹാവ് ടു യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. കണ്ടോ, ഹാർഡ് പ്ലസ് V3 വന്നു മറുഭാഗത്ത് വുഡ് ഹാവ് വന്നിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇഫ് ക്ലോസുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നവിടെ പഠിച്ചതും അതിന്റെ ചോദ്യങ്ങളുമാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ചോദ്യം എഴുതാൻ പറ്റിയില്ലേ? പ്രീവിയസ് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലേ? ഇനി നോക്കുന്നത് PSC ഇതുവരെയും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ്. ഇഫ് ക്ലോസുമായിട്ട് കണ്ടീഷണൽ സെന്റൻസുമായി ബന്ധപ്പെടുത്തി PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ, ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ കംപ്ലീറ്റ് ദ സെന്റൻസ്. സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഒന്നാമത്തെ ഓപ്ഷനിൽ ഐ വുഡ് കം ഉണ്ട്, രണ്ടാമത്തേൽ ഐ വുഡ് ഹാഡ് കം ഉണ്ട്, മൂന്നാമത്തേൽ ഐ വിൽ കം ഉണ്ട്, നാലാമത്തത് ഐ വുഡ് ഹാവ് കം ഉണ്ട്. നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്നതിൽ ഹാഡ് നിങ്ങൾ എല്ലാവരും എന്നോട് പോയി ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നോട് ഒന്ന് ആൻസർ ചെയ്ത് വരണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ടോപ്പിക്ക് പഠിച്ചതാണ്. അതുകൊണ്ട് ആ ചോദ്യങ്ങളൊന്ന് ആൻസർ ചെയ്ത് വന്നേ, പെട്ടെന്നൊന്ന് ആൻസർ ചെയ്തേ. എങ്ങനെ ചെയ്യാൻ കുട്ടികളെ? ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വരണം? ഏത് വരണം? വുഡ് വരാം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് കഴിഞ്ഞിട്ട് എന്ത് വരണം കുട്ടികളെ? V3 വരണം. ഹാവ് പ്ലസ് V3. ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തേൽ ഹാവ് വന്നിട്ടില്ല, വരില്ല. രണ്ടാമത്തേൽ ഹാഡ് വന്നിരിക്കുന്നു, വരില്ല. മൂന്നാമത്തേൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹാവ് വന്നിട്ടില്ല, വരില്ല. നാലാമത്തേൽ വുഡ് ഹാവ് കം. കമ്മിന്റെ 3 രൂപം കം, കെയിം, കം. കം തന്നെയാണ്. അവിടെ ഉത്തരം ഏത് വരുന്നൂടെ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? ഡി ഓപ്ഷൻ. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഇൻവൈറ്റ് മീ, ഇഫ് യു ഇൻവൈറ്റ് മീ കൊമ ഡാഷ്. തന്നിരിക്കുന്നതിൽ ഐ വിൽ കം ഉണ്ട്, അതുപോലെ ഐ വുഡ് കം ഉണ്ട്, ഐ വുഡ് ഹാവ് കം ഉണ്ട്, ഐ വുഡ് കെയിം ഉണ്ട്. നിങ്ങളൊന്ന് ഉത്തരം ഒന്ന് കമന്റ് ചെയ്ത് ഒന്ന് എഴുതി നോക്കിയേ. എങ്ങനെ എഴുതാം? ഇൻവൈറ്റ് ആണ് കിടക്കുന്നത്. ഇൻവൈറ്റ് ഇഫ് കഴിഞ്ഞിട്ട് ഇൻവൈറ്റ് V1 ആണ് കുട്ടികളെ. V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വില്ല്, ഷാള്, ക്യാൻ, മേ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലസ് V1. വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. നോക്കാം. ഒന്നാമത്തേല് ഐ വിൽ കം ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ വുഡാണ്, ഇവിടെ വുഡാണ്, ഇവിടെ വുഡാണ്. ഉത്തരം വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ. വളരെ പെട്ടെന്ന് കിട്ടും. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്, ഇഫ് ഇറ്റ് ഹാഡ് ഒരു ഹാഡും കൂടെ. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്, ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് കോമ ഡാഷ്. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് കോമ ഡാഷ്. നമ്മൾ ആദ്യം നോക്കിയ ചോദ്യമാണ്. നോക്കുക, ഹാഡ് രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നോടെ V3 വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഹാഡ് റെയിൻഡ് എന്ന് പറഞ്ഞാലും മതി. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ്, ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് ഹാഡ് പ്ലസ് V3 അത് മതി. ഇഫ് ഇറ്റ് ഹാഡ് റെയിൻഡ് മറുഭാഗത്ത് ഡാഷ് വന്നിട്ടുണ്ട്. നോക്കിയേ ഓപ്ഷനിൽ ദ മാച്ച് വുഡ് ബി ക്യാൻസൽഡ് ഉണ്ട്, ദ മാച്ച് വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ് ഉണ്ട്,
ദ മാച്ച് വിൽ ബി ക്യാൻസൽഡ് ഉണ്ട്, ദ മാച്ച് വുഡ് ഹാവ് ബീൻ വുഡ് ഹാവ് ക്യാൻസൽഡ് ഉണ്ട്. നോക്ക് തന്നിരിക്കുന്നതിൽ ഹാഡ് കഴിഞ്ഞിട്ട് റെയിൻഡ് എന്ന് പറഞ്ഞ V3 ആണ്, ഹാഡ് പ്ലസ് V3 വന്നിരിക്കുന്നു. മറുഭാഗത്ത് ഏത് ഉത്തരം വരണം കുട്ടികളെ? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം. എന്ത് ചെയ്യും? മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്ക് ഒന്നാമത്തേല് ഷുഡ് വന്നിട്ടുണ്ട്, എന്ത് ചെയ്യും? ഹാവ് വന്നിട്ടില്ല. രണ്ടാമത്തേല് വുഡ് ഹാവ് ബീൻ, ബീൻ V3 ആണ്, വരാം, ഉത്തരം വരാം. ഇനി നോക്ക് വിൽ ബി വരില്ല, അത് ഉത്തരം വരില്ല. അടുത്ത് നോക്കിയാൽ വുഡ് ഹാവ് ക്യാൻസൽഡ്, ഇതും വരാം. പക്ഷെ ആശയപരമായിട്ട് ഏതേ വരുള്ളൂ കുട്ടികളെ? ഇത് മാത്രമേ വരുള്ളൂ, മറ്റത് തെറ്റാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ദ മാച്ച് വുഡ് ഹാവ് ബീൻ ക്യാൻസൽഡ്, പോസിബിലിറ്റി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഐ വുഡ് നോട്ട് അക്സെപ്റ്റ് ദ ഓഫർ ഇഫ് ഐ ഡാഷ് യു. നോക്ക് ആം ഉണ്ട്, ഹാഡ് ബീൻ ഉണ്ട്, വാസ് ഉണ്ട്, വെയർ ഉണ്ട്. നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കിയേ. നോക്ക് വുഡ് കഴിഞ്ഞിട്ട് അക്സെപ്റ്റ് V1 ആണ്, വുഡ് പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് വരണം കുട്ടികളെ? V2 വരാം, അല്ല എങ്കിൽ ഏത് വരാം? വാസ് വേറ് വരാം, അല്ല എങ്കിൽ ഡിഡും വരാം എന്ന് പറഞ്ഞു പഠിച്ചു. ഓക്കെ, ഇനി നോക്കിയേ. ആം വരില്ല, ഇനി ഹാഡ് ബീൻ വരില്ല, വാസ് വരാം, വേറും വരാം. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് എങ്ങനെ നോക്കാം കുട്ടികളെ? സബ്ജക്റ്റ് ഐ ആണ് കിടക്കുന്നത്, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. ഐയോടൊപ്പം എന്തേ ചേരുള്ളൂ എന്ന് പഠിച്ചു? വാസ് ചേരുമോ വേറ് ചേരുമോ? വേറാണ് ചേരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നൂടെ? വേറ് വരുന്നു. കാരണം ഇഫ് ക്ലോസിൽ ഐയോടൊപ്പം ഐ, ഹി, ഷി എന്നിവയോടൊപ്പം നമുക്ക് എന്ത് ചേർത്ത് പറയണം? വേറ് ചേർത്തിട്ട് പറയണം. ഇമ്പോസിബിൾ കണ്ടീഷൻ ആയതുകൊണ്ട് വേറ് ചേർത്തിട്ട് പറയാം. അടുത്ത നോക്കിയേ, അടുത്ത ചോദ്യം. ഇഫ് യു ഹാഡ് റെഡ് ദ പേപ്പർ യു ഡാഷ് സീൻ ദ അഡ്വർടൈസ്മെന്റ്. കണ്ടല്ലോ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറഞ്ഞു കുട്ടികളെ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നമുക്ക് ഇവിടെ V3 തന്നിട്ടുണ്ട്, സീൻ എന്ന് പറയുന്നത് V3 തന്നിട്ടുണ്ട്. നമ്മൾ വുഡ് ഹാവ് ഉണ്ടാന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഷുഡ് ഹാവ് ഉണ്ടാന്ന് നോക്കുക, അല്ലെങ്കിൽ കുഡ് ഹാവ് ഉണ്ടാന്ന് നോക്കുക, അല്ലെങ്കിൽ മൈറ്റ് ഹാവ് ഉണ്ടാന്ന് നോക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ വില്ല് വരില്ല, രണ്ടാമത്തെ ഹാഡ് വരില്ല, മൂന്നാമത്തേത് വുഡ് ഹാവ് ഉത്തരം വരുന്നു, നാലാമത്തെ വിൽ ഹാവ് ആണ് വരുന്നത്, ഉത്തരം വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡ് ഹാവ്, സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ഇഫ് ഹി ഹാഡ് ഓൺ ദി റൈസ് ഹി ഡാഷ് ദ ചാമ്പ്യൻ. കണ്ടല്ലോ, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്, ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് വന്നിരിക്കുന്നത്. മറുഭാഗത്തെ ഉത്തരം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്ക് ഇവിടെ ചോദ്യത്തില് എന്ത് ചെയ്യുന്നൂടെ? തന്നിരിക്കുന്നതില് ഇവിടെ വുഡ് ഉണ്ട്, വുഡ് ഹാവ് ഉണ്ട്, വുഡ് ബി ഉണ്ട്, വുഡ് ഹാവ് ബീൻ ഉണ്ട്. നോക്ക് ഇവിടെ വുഡ് വരില്ല, ഇനി വുഡ് ഹാവ് വരാം, പക്ഷെ വെർബ് അവിടെ ഇല്ലാത്തതുകൊണ്ട് വുഡ് ഹാവ് കഴിഞ്ഞിട്ട് ഇവിടെ വെർബ് വല്ലതും ഉണ്ടോ? ഇല്ലാത്തതുകൊണ്ട് അത് വരില്ല. ഇനി വിൽ ബി വരില്ല, വുഡ് ഹാവ് ബീൻ, ബീൻ എന്ന് പറഞ്ഞ V3 ആണ്. അപ്പൊ വുഡ് ഹാവ് ബീൻ അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ വിൻ ദ ലോട്ടറി കൊമ ഡാഷ്. തന്നിരിക്കുന്നതിൽ ബാലൻസ് ഫില്ല് ചെയ്യാനാണ്. നോക്ക ഇവിടെ വിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിന്നാണ് കിടക്കുന്നത്. വിൻ എന്ന് പറഞ്ഞ V1. അപ്പൊ ഇഫ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ് കുട്ടികളെ? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. നമുക്ക് ഒന്നാമത്തേല് ഐ വിൽ ബൈ എ ന്യൂ ഹൗസ്. വില്ല് കഴിഞ്ഞിട്ട് V1 വന്നിരിക്കുന്നു, ഉത്തരം വരാം. രണ്ടാമത്തെ വിൽ ബി ബൈയിങ് ആണ് കിടക്കുന്നത്, വരില്ല. ഇവിടെ വുഡ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഐ വിൽ ബൈ എ ന്യൂ ഹൗസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് കോമ ഡാഷ് തന്നിട്ടുണ്ട്. നമുക്ക് ഹാഡ് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് കിടക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നൗണാണ്. അപ്പൊ നോക്ക് ഹാഡ് പ്ലസ് നൗൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ് കുട്ടികളെ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് എന്ത് ചേർക്കണം? V3. എന്ത് ചെയ്യുന്നു? പ്ലസ് V3 അല്ല V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നോക്ക് ഒന്നാമത്തേല് ഐ വുഡ് നോട്ട് ബി ടയേർഡ്. വുഡ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നൂടെ? ടയേർഡ് അവിടെ ഉത്തരമായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത നോക്കട്ടെ, ഇവിടെ തന്നിരിക്കുന്ന ഐ വിൽ നോട്ട് ടയേർഡ് വന്നിട്ടുണ്ട്. അവിടെ വില്ലാണ് കിടക്കുന്നത്, വരില്ല. ഇനി അടുത്ത വുഡ് ഹാവ് വരുന്നു, വരില്ല. മൂന്നാമത്തേല് വുഡ് ഹാവ് വന്നിരിക്കുന്നു, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡ് നോട്ട് ബി ടയേർഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഐ വുഡ് നോട്ട് ബി ടയേർഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഹി ഹാഡ് ഇൻഫോംഡ് മീ അബൌട്ട് ദ പ്രൈസ് ഹൈക്ക് എന്നാണ് കേട്ടോ. പ്രൈസ് ഹൈക്ക് കോമ ഐ ഡാഷ്. ഓക്കെ, കോമ ഐ ഡാഷ്. ഇവിടെ ഐ വേണ്ട കേട്ടോ കുട്ടികളെ.
അപ്പോൾ അല്ലെങ്കിൽ അവിടെ ഐ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എല്ലാത്തിലും ഓപ്ഷനിൽ ഐ ഉണ്ട്. നോക്കിയേ, ഇഫ് ഹി ഹാഡ് ഇൻഫോംഡ് മീ എബൌട്ട് ദ പ്രൈസ് ഹൈക്ക്, ഉയർച്ച, എന്ത് ചെയ്യും, സാധനത്തിന്റെ വില ഉയർച്ച. നോക്ക് ഇവിടെ നോക്കട്ടെ, ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് കിടക്കുന്നത്, ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. ഹാഡ് കഴിഞ്ഞിട്ട് V3 വന്നിട്ടുണ്ട് എങ്കിൽ മറുഭാഗത്ത് ഏത് പറഞ്ഞു കൂട്ടല്ലേ, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്ക്, ഒന്നാമത്തേല് ഹാഡ് ബോട്ട് വരില്ല, രണ്ടാമത്തേല് വിൽ ബൈ, ഇത് വില്ലെന്നാണ് വായിക്കുന്നത് കേട്ടോ, വിൽ ബൈ വരില്ല, മൂന്നാമത്തേല് വുഡ് കഴിഞ്ഞിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, ബോട്ട് വന്നിട്ടുണ്ട്. നോക്ക് V3 വരുന്നു. അടുത്തത് ഇവിടെ വുഡ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഐ വുഡ് ഹാവ് ബോട്ട് സം ഇൻ അഡ്വാൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്, ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. ഇഫ് യു ഡാഷ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു. കണ്ടല്ലോ, അപ്പൊ ഇഫ് വരുന്ന ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ മറുഭാഗത്തെ പ്രത്യേകം നോക്കുക, വുഡ് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. അപ്പൊ വുഡ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ ഇഫ് വരുന്ന ഭാഗത്ത് ഏത് പറഞ്ഞു കൂട്ടല്ലേ, ഹാഡ് കഴിഞ്ഞിട്ട് എന്ത് വരണം, V3 വരണം. ഹാഡ് പ്ലസ് V3 വരണം. നോക്കിയേ, ഓപ്ഷനിൽ ഒന്നാമത്തേല് വാണ്ടഡ് കിടക്കുന്നു, വരില്ല. രണ്ടാമത്തേല് വാണ്ട്സ് വരുന്നു, വരില്ല. മൂന്നാമത്തെ വിൽ വാണ്ട് വരുന്നു, വരില്ല. ഹാഡ് പ്ലസ് V3, ഹാഡ് വാണ്ടഡ് ഉത്തരമായിട്ട് വരുന്നു. ഹാഡ് വാണ്ടഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു വെന്റ് ദെയർ, ഇഫ് യു വെന്റ് ദെയർ യു ഡാഷ്. ഇഫ് യു വെന്റ് ദെയർ യു ഡാഷ്. നോക്ക്, വെന്റ് എന്ന് പറയുന്നത് V2 ആണ്. V2 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്, വുഡ്, കുഡ്, ഷുഡ്, വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. നോക്കിയേ, ഒന്നാമത്തേല് കുഡ് സീ ഇറ്റ്, കുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരാം. ഇനി ക്യാൻ സീ വരില്ല. കുഡ് ഹാവ് സീൻ, കുഡ് ഹാവ് ആണ് കിടക്കുന്നത്, വരില്ല. ഇനി കുഡ് ഹാവ് സീ വരില്ല. ഉത്തരമായിട്ട് വരുന്നത് കുഡ് സീ ഇറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, V2 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് കുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരാം. അടുത്ത ചോദ്യം നോക്കിയേ, ഷീ വുഡിന്റ് ഹാവ് യോൺഡ് ദ ഹോൾ ഡേ ഇഫ് ഷീ ഡാഷ് ലേറ്റ്, ഇഫ് ഹി ഡാഷ് ലേറ്റ് ടുനൈറ്റ്. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം, വുഡിന്റെ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് യോൺഡ് V3 വന്നിരിക്കുന്നു. വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്ടേ, മറുഭാഗത്ത് ഇഫ് വരുന്ന ഭാഗത്ത് ഹാഡ് പ്ലസ് V3 വരണം. ഏത് വരണം, ഹാഡ് പ്ലസ് V3. നോക്ക്, ഒന്നാമത്തേലെ ഹാഡ് പ്ലസ് V3 ഉണ്ടാ, ഡെസിന്റ് ആണ് കിടക്കുന്നത്, വരില്ല. ഡോണ്ട് ആണ് കിടക്കുന്നത്, വരില്ല. ഹാഡ് സ്റ്റേയ്ഡ്, കണ്ട ഹാഡ് പ്ലസ് V3 ഉത്തരമായിട്ട് വരാം. ഇനി ഡോണ്ട് ആണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഹാഡിന്റെ സ്റ്റേയ്ഡ് അപ്പ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ചൂസ് ദ കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ കണ്ടോ സെന്റൻസിന്റെ, ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ കറക്റ്റ് ആയിട്ടുള്ള, അതായത് ഈ ബോൾഡ് ലെറ്റർ തന്നിരിക്കുന്ന ഭാഗം കറക്റ്റ് എങ്ങനെ നമുക്ക് എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബോൾഡ് ലെറ്റർ തന്നിരിക്കുന്ന ഭാഗത്ത് തെറ്റുണ്ട്, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗം നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ഇഫ് യു വുഡ് ഹാവ് ആണ് അവിടെ വന്നിരിക്കുന്നത്. സക്കംഡ് ടു ഹിസ് പ്രഷർ വി വുഡ് ഹാവ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ യു. കണ്ടല്ലോ തന്നിരിക്കുന്ന ചോദ്യം. അപ്പൊ തന്നിരിക്കുന്നതിൽ വുഡ് ഹാവ് ആണ് അവിടെ കിടക്കുന്നത്, അവിടെ തെറ്റുണ്ട്, തിരുത്താനാണ്. മറുഭാഗത്ത് നോക്കട്ടെ, വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. അപ്പൊ മറുഭാഗത്ത് ഇഫ് വരുന്ന ഭാഗത്ത് അത് പറഞ്ഞു ഹാഡ് പ്ലസ് V3. ഇവിടെ V3 തന്നിട്ടുണ്ട്, V3 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഹാഡ് നോക്കിയാൽ മതി, ഹാഡ് വരുന്ന ഓപ്ഷൻ ഇഫ് യു ഹാഡ്. നോക്ക്, ഒന്നാമത്തേല് ഹാഡ് യു ബീൻ അങ്ങനെ വരുമോ, വരില്ല. ഇഫ് യു വുഡ് വരില്ല. എന്ത് ചെയ്യും നോക്ക്, ഇഫ് യു ഹാഡ്, കണ്ട ഹാഡ് V3 ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇഫ് യു ഹാഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇവിടെ വുഡ് ഹാവ് ആണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഇഫ് യു ഹാഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെല് കോമ ഡാഷ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ, സ്റ്റഡി എന്ന് പറയുന്ന V1 ആണ്. ഇഫ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരും കുട്ടികളെ, വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1 ആണ്. നമുക്ക് ഒന്നാമത്തെ വുഡ് ഗെറ്റ് ആണ്, വുഡ് ആണ് കിടക്കുന്നത്, വരില്ല. വുഡ് ഗെറ്റ് ഫസ്റ്റ് റാങ്ക് വരില്ല. രണ്ടാമത്തേത് ഗെറ്റ് മാത്രം കിടക്കുന്നു, വരില്ല. യു ഗെറ്റ് അല്ലെങ്കിൽ യു ഗെറ്റ് ഫസ്റ്റ് റാങ്ക് എന്ന് കിടക്കുന്നു, വരില്ല. അടുത്ത യു ഗെറ്റിംഗ് എന്നാണ് കിടക്കുന്നത്, അവിടെയും വില്ല് വന്നിട്ടില്ല, വരില്ല. അടുത്ത യു വിൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക്, വില്ലും V1ഉം. ഏത് ഉത്തരം, നമുക്ക് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ ഗെറ്റ് ഫസ്റ്റ് റാങ്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ കൊമ ഡാഷ്. കണ്ടല്ലോ, ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് കിടക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ് കൂട്ടുക, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ്
ഹാവ് പ്ലസ് വിത്ത്. ചോദ്യം ഒന്ന് നോക്കണേ. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ, ഞാൻ അവിടെ പോയില്ല എങ്കിൽ. നോട്ട് നെഗറ്റീവ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാര്യം ചെയ്തില്ല എങ്കിൽ നമുക്ക് ഓപ്ഷനിലായിട്ട് ദ ഡോഗ് വുഡ് അറ്റാക്ക്, വുഡ് മാത്രമേ വന്നിട്ടുള്ളൂ. മറുഭാഗത്ത് ഹാവ് പ്ലസ് V3 വരണം, വന്നിട്ടില്ല. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 വന്നിട്ടുണ്ട്. ഇത് ഉത്തരമായിട്ട് വരാം, അവിടെ നിൽക്കട്ടെ. അടുത്ത നോക്കട്ടെ, ദ ഡോഗ് വുഡ് ഹാവിൻ്റെ, വുഡിൻ്റെ ഹാവ് അറ്റാക്ഡ് മീ, അതും ഉത്തരമായിട്ട് വരാം. കാരണം വുഡും വന്നിട്ടുണ്ട്, ഹാവും വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. ഇവിടെ വുഡും വന്നിട്ടുണ്ട്, ഹാവും വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. ആ രണ്ടിലും ഉത്തരങ്ങൾ സാധ്യതയുള്ളതാണ്. അടുത്ത് നോക്കിയാൽ ദ ഡോഗ് വുഡ് ഹാവ്, വുഡിൻ്റെ അറ്റാക്ക്, അതിനകത്ത് ഹാവ് ഇല്ല. ഇനി ഇത് രണ്ടിൽ ഏതാണെന്ന് നമുക്ക് എങ്ങനെ നോക്കാം? ചോദ്യത്തിലേക്ക് ഒന്നും കൂടെ പോവാം. ഇഫ് ഐ ഹാഡ് നോട്ട് ഗോൺ ദെയർ, ഞാൻ അവിടെ പോയില്ല എങ്കിൽ. പട്ടി കടിക്കുമോ പിള്ളേരെ? പോയില്ല എങ്കിൽ പട്ടി കടിക്കില്ല. ഞാൻ അവിടെ പോയില്ല എങ്കിൽ പട്ടി എന്നെ കടിക്കില്ല. പട്ടി കടിക്കുമെന്ന് പറയുമോ? ഞാൻ പോയില്ല എങ്കിൽ എന്നെ പട്ടി അവിടെ ഇട്ട് കടിക്കുമെന്ന് പറയുമോ? ഇല്ല. നമുക്ക് ഇവിടെ വുഡ് ഹാവ് അറ്റാക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യും. ഇവിടെ വുഡിൻ്റെ ഹാവ് അറ്റാക്ഡ് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യില്ല. ഏതർത്ഥം എടുക്കും? ഇതിൽ രണ്ടിൽ ഏതെടുക്കും? സി ഓപ്ഷൻ ഉത്തരമായിട്ട് എടുക്കും. ഇത് അർത്ഥം ശരിയല്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? സി ഓപ്ഷൻ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. നെഗറ്റീവാക്കി എന്ത് ചെയ്യുന്നു? അതിൻ്റെ എന്ത് ചെയ്യുന്നു? പോയില്ലെങ്കിൽ അത് ചെയ്യില്ല എന്നർത്ഥത്തിൽ പറയുന്നു. ദ ഡോഗ് വുഡിൻ്റെ ഹാവ് അറ്റാക്ഡ് മീ, അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഹി ഡാഷ് ഏർലിയർ ഐ വുഡ് മീറ്റ് ഹിം. കണ്ടല്ലോ, വുഡ് പ്ലസ് മീറ്റ് ആണ് കിടക്കുന്നത്. വുഡ് പ്ലസ് V1 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് പറഞ്ഞ കുട്ടികളെ? V2 വരണം. V2 എന്ന് പറഞ്ഞാൽ വെർബ് V2 അല്ലെങ്കിൽ ഡിഡ് വരാം, വാസ് വരാം, വേർ വരാം. ഇനി നോക്കിയേ, ഹി കമ്മുണ്ട്, കെയിമുണ്ട്, കംസ് ഉണ്ട്, കമ്മുണ്ട്, കമ്മിങ് ഉണ്ട്. കമ്മിന്റെ 3 രൂപം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കമ്മ്, കെയിമ്, കമ്മ്. അപ്പൊ കമ്മിന്റെ V2 ഏതാണ് കുട്ടികളെ? കെയിമാണ്. കെയിം വരുന്ന ഓപ്ഷൻ ഏതാണ് കിടക്കുന്നത്? V2 ഇതാ കിടക്കണം, എ ഓപ്ഷൻ. ഇത് കംസ് എന്ന് പറഞ്ഞ സിംഗുലാർ ആണ്, പ്രസന്റ്. കം എന്ന് പറഞ്ഞ V1 ആണ്, കമ്മിങ് ING ആണ്, ഒറ്റയ്ക്ക് നിൽക്കില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് കെയിം, അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ ഡാഷ്. പറഞ്ഞേ പ്രീവിയസ്. ഇഫ് ഐ വേർ എ ബേർഡ് ഐ ഡാഷ്. നോക്ക, വേറെ വരുന്ന സെന്റൻസുകളിൽ മറുഭാഗത്ത് എന്ത് വരണം? വേറെ വരുന്ന സെന്റൻസുകൾ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഏതാണ് ഓപ്ഷൻ? വിൽ ഫ്ലൈ ഉണ്ട്, വരില്ല. വുഡ് ഫ്ലൈ ഉത്തരമായിട്ട് വരുന്നു. വുഡ് ഹാവ് ഫ്ലൈ വരില്ല. വുഡ് ഹാവ് ഇറ്റ്, വുഡ് ഹാവ് ഫ്ലൈ എന്ത് ചെയ്യുന്നുണ്ട്? വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഐ വുഡ് ഫ്ലൈ, അവിടെ ഉത്തരം വരുന്നു. വേറെ വരുന്നുണ്ട് മറുഭാഗത്ത് വുഡ് പ്ലസ് V1. അടുത്ത നോക്കിയേ ചോദ്യം. ഇഫ് ദ കമ്പ്യൂട്ടർ ഡാഷ് ഓൺ ഹി വുഡ് സെൻഡ് ഇമെയിൽസ്. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ വുഡ് സെൻഡ് ആണ് കിടക്കുന്നത്. വുഡ് സെൻഡ് ആണ്. നമുക്ക് വന്നിരിക്കുന്ന ഭാഗത്തിന്റെ പ്രത്യേകത നോക്കുക. വുഡ് പ്ലസ് V1 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരണം? മറുഭാഗത്ത് വാസ് വരാം, വേറ് വരാം, V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം. നമുക്ക് വാസ് അവിടെ ഉണ്ട്, ഹാസ് വരില്ല, ബി വരില്ല, ഈസ് വരില്ല. ഏത് ഉത്തരം? വാസ്, അവിടെ ഉത്തരമായിട്ട് വരുന്നു. വളരെ എളുപ്പമാണ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഹാഡ് വോണ്ട് ഹിം, ഇഫ് യു ഹാഡ് വോണ്ട് ഹിം ഹി ഡാഷ് ടേക്കൺ, ഹി ഡാഷ് ടേക്കൺ ദ മോട്ടോർ ബൈക്ക്. കണ്ടല്ലോ, തന്നിരിക്കുന്നതിൽ ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. ഹാഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ് കുട്ടികളെ ഉത്തരം? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് ഏത് വരണം കുട്ടികളെ? V3. ഇവിടെ നോക്ക്, ടേക്കൺ എന്ന് പറയുന്ന V3 അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വുഡ് ഹാവ് വരുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. വുഡിന്റെ ഹാവ് ഇത് അവിടെ ഓപ്ഷനിൽ കിടപ്പുണ്ട്. വുഡ് പ്ലസ് ഹാവ്, അത് ഉത്തരമായിട്ട് വരുന്നു. വിൽ ബി വരില്ല, ഡിഡിന്റെ ഹാവ് വരില്ല, ഷാൾ ഹാവ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വുഡിന്റെ ഹാവ്, അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ വെയർ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ കോമ ഡാഷ്. തന്നിരിക്കുന്നതിൽ നമുക്ക് വെയർ വരുന്ന സെനൻസ് ആണ്. വെയർ എന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ റൂളാണ്. ഏതായിരുന്നു കുട്ടികളെ? മറുഭാഗത്ത് ഏത് വരണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരണം. നമുക്ക് ഒന്നാമത്തെ വില്ലാണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തേൽ വുഡ് ഹാവ് ആണ് വരുന്നത്, വരില്ല. മൂന്നാമത്തേൽ വുഡ് ക്യാൻസൽ, വുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരാം. ഇനി നാലാമത്തത് വിൽ ഹാവ് ക്യാൻസൽ ആണ്, വില്ലാണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് അപ്പോൾ ഉത്തരം ഏതാണ്ടായി? സി ഓപ്ഷൻ ആണ്. ഐ വുഡ് ക്യാൻസൽ ഓൾ എക്സാമിനേഷൻസ്. ഐ വുഡ് ക്യാൻസൽ ഓൾ എക്സാമിനേഷൻസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് എന്നാണ്. താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരേ ടൈപ്പ് സെന്റൻസ് തന്നെയാണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ശരിയായിട്ടുള്ള യൂസേജ് നമുക്ക് ആദ്യമേ വായിച്ച് നമുക്ക് ഓരോന്നും പറഞ്ഞ് തിരുത്തി പോവാം. അപ്പോൾ നമുക്ക് തെറ്റായിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കിട്ടും. ഇഫ് യു ബൈ, കണ്ട ബൈ എന്ന് പറഞ്ഞ V1 ആണ്.
മറുഭാഗത്ത് ഏത് വരണം? വില്ല് വരണം. വില്ല്, ഷാള്, ക്യാന്, മേ ഒക്കെ വരണം. ഇവിടെ വുഡാണ് വരുന്നത്. അപ്പൊ ഈ സെന്റൻസ് തെറ്റാണ്. കണ്ടല്ല, വുഡ് വന്നിരിക്കും. ഇനി അടുത്ത് നോക്കടോ, ഇഫ് യു ബോട്ട് എന്ന് പറഞ്ഞാൽ വീട്ടു ആണ്. മറുഭാഗത്ത് ഏത് വരണം? വുഡ്, ഷുഡ്, കുഡ് വരണം. നമുക്ക് ഇവിടെ വില്ലാണ് കിടക്കുന്നത്. അപ്പൊ അതും തെറ്റ്. കണ്ടോ? ഇനി അടുത്ത ചോദ്യം നോക്കടോ, ഇഫ് യു ബൈ ബൈ എ BMW കാർ. നോക്കോ, ബൈ എന്ന് പറയുന്നത് V1 ആണ്. ഇനി മറുഭാഗത്ത് ഏത് വരണം? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 വരണം. വന്നിട്ടുണ്ടാ? ഇവിടെ വുഡാണ് കിടക്കുന്നത്. വരില്ല, അതും തെറ്റ്. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു ഹാഡ് ബോട്ട്, ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. ഹാഡ് പ്ലസ് V3 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് വരും കുട്ടികളെ? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. നമുക്ക് വുഡ് ഹാവ് കോസ്റ്റ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നു. കറക്റ്റ് ആണ്, വുഡ് ഹാവ് പ്ലസ് V3. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ? ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഇഫ് യു ഹാഡ് ബോട്ട് എ BMW കാർ, ഇറ്റ് വുഡ് ഹാവ് കോസ്റ്റ് എ ലോട്ട് ഓഫ് മണി. കണ്ടോ? ഇതേപോലെ നമ്മൾ വായിക്കുന്ന സമയത്ത് തിരുത്തി പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റ് അങ്ങനെ വായിച്ച് തെറ്റുണ്ടോ നോക്കി പോയി കഴിഞ്ഞാൽ ഇത്തരം ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ള സെന്റൻസ് കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് തിരുത്തി പോവാം. ഇഫ് യു സ്റ്റഡി എന്ന് പറഞ്ഞ V1 ആണ്. മറുഭാഗത്ത് ഏത് പറഞ്ഞാൽ വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. ഓക്കെ, വുഡാണ് കിടക്കുന്നത്. അപ്പൊ ആ ഓപ്ഷൻ തെറ്റാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു സ്റ്റഡി വെല്ല്. സ്റ്റഡി V1 ആണ്. അപ്പൊ മറുഭാഗത്ത് ഏത് പറഞ്ഞ കുട്ടികളെ? വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. നമുക്ക് വിൽ പാസ് അവിടെ ഉത്തരമായിട്ട് വരാം. വന്നിട്ടുണ്ട്, നമുക്ക് തെറ്റൊന്നുമില്ല. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയി. അടുത്തതും കൂടെ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇഫ് യു സ്റ്റഡീഡ് വെല്ല്. സ്റ്റഡീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുട്ടികളെ? V2 ആണ്. V2 ആയതുകൊണ്ട് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 പറഞ്ഞു. നമുക്ക് ഇവിടെ വില്ലാണ് കിടക്കുന്നത്. അതുകൊണ്ട് അത് വരില്ല. അടുത്ത ഇഫ് യു ഹാവ് സ്റ്റഡീഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാ? ഹാഡ് പ്ലസ് V3 ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതും വരില്ല. അപ്പൊ നമുക്ക് ഉത്തരം ഏത് തന്നെയാണ്? എന്ത് ചെയ്യുന്നു? ബാക്കിയും കൂടെ ഞാൻ ഓപ്ഷൻ നോക്കിയത്, ഇൻ കേസ് രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് ശരി ഉത്തരം കിടപ്പുണ്ടെങ്കിൽ രണ്ടും വരാം എന്ന രീതിയിലാണ് കിടക്കുന്നത്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യപ്പെടാം. എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പുതിയ സിസ്റ്റം അനുസരിച്ച് ഒന്ന് മാത്രം ശരിയാണ്, രണ്ട് ശരിയാണ്, ഇനി അതേപോലെ 2ഉം 3ഉം ശരിയാണ്, ഇങ്ങനെയും വരാം കേട്ടോ. അപ്പം അങ്ങനെയും വരാം. അപ്പം അങ്ങനെ വരാൻ സാധ്യത ഉണ്ട്, അങ്ങനെ വരുന്ന ചോദ്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏത് ഉത്തരം? അത് മാത്രമേ ഉള്ളൂ ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ബി ഓപ്ഷൻ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് ഐ ഹാഡ് million pounds, കൊമ ഡാഷ്. കണ്ടല്ലോ, ഹാഡ് കഴിഞ്ഞിട്ട് മില്യൺ പൗണ്ട്സ്. കണ്ട, ഒരു നൗൺ ആണ്. ഹാഡ് പ്ലസ് നൗൺ ആണ് വന്നിരിക്കുന്നത്. എങ്കിൽ മറുഭാഗത്ത് ഏത് പറഞ്ഞ കുട്ടികളെ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമുക്ക് ഒന്നാമത്തെ ഹാഡ് ബോട്ട് വരില്ല. രണ്ടാമത്തെ വിൽ ബൈ വരില്ല. വുഡ് ബൈ കണ്ട, വുഡ് പ്ലസ് V1 ഉത്തരം വരാം. ഇനി വുഡ് ഹാവ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഐ വുഡ് ബൈ ആൻ എസ്റ്റേറ്റ്. അടുത്ത ചോദ്യം നോക്കിയേ, കറക്റ്റ് ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസിനെ കറക്റ്റ് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ആണ്. ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വാസ് യു. ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ ശരിയായിട്ടുള്ള രൂപം ഏതെന്നാണ്. നമുക്ക് വുഡ് വരുന്ന സെന്റൻസ് കറക്റ്റ് ആണ്, വുഡ് പേ കറക്റ്റ് ആണ്, വാസും ശരിയാണ്. പക്ഷെ ഐ ആണ് സബ്ജക്റ്റ് കുട്ടികളെ. ഐയോടൊപ്പം വാസ് ചേരുമോ? വേറാണ് ചേർക്കേണ്ടത്. അപ്പൊ വേർ വരുന്ന ഓപ്ഷൻ ഏതാണ്ടോ? വുഡ് പേ ഇഫ് ഐ വേർ ഉത്തരം ശരിയാണ്. അടുത്ത് നോക്കിയേ, ഇവിടെ വുഡ് പേ കിടപ്പുണ്ട്, ആമാണ് കിടക്കുന്നത്, വരില്ല. വുഡ് പെയ്ഡ്, ഇവിടെ വേർ വന്നിട്ടുണ്ട്, പക്ഷെ പെയ്ഡ് എന്ന് കിടക്കുന്നു. പെയ്ഡ് V3 ആണ്, V3 വരില്ല. ഇനി അതേപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? വുഡ് പേ ആറാണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാണ്ട് എ ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഐ വുഡ് പേ അപ്പ് ഇഫ് ഐ വേർ യു. നമ്മൾ പഠിച്ചതല്ലേ, ഐയോടൊപ്പം, ഹിയോടൊപ്പം, ഷിയോടൊപ്പം ഇഫ് ക്ലോസിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് വാസ് ചേർക്കരുത്, വേറ് ചേർക്കുക. അപ്പോൾ ഐ അല്ലെങ്കിൽ ഐയോടൊപ്പം നമ്മൾ വാസ് ചേർത്ത് പഠിച്ചിട്ടുണ്ട്. ടെൻസിലൊക്കെ ഹി, ഷീ സിംഗുലാർ ആണ്, വാസ് ചേർത്ത് പറയണം. അവിടെയൊക്കെ നമുക്ക് വേറ് ചേർത്തിട്ട് പറയാം ഇഫ് ക്ലോസിലെ. അടുത്ത ചോദ്യം നോക്കിയേ, ഇഫ് യു ഹാഡ് ബീൻ മോർ പൊളൈറ്റ്, കൊമ ഡാഷ്. നോക്കടോ, ഹാഡ് കഴിഞ്ഞിട്ട് V3, ബീൻ എന്ന് പറഞ്ഞാൽ V3 ആണ്. വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയേ, ഹി വുഡ് ഹാവ് എഗ്രീഡ്. കണ്ടല്ലോ, വുഡ് ഹാവ് എഗ്രീഡ് ഉത്തരം വരാം. ഇവിടെ കുഡ് എഗ്രി വരില്ല, വുഡ് എഗ്രി വരില്ല. അതുപോലെ
ഹാവ് എഗ്രീഡ് വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ. ഏത് വരുന്നു? ഹി വുഡ് ഹാവ് എഗ്രീഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഹി വുഡ് ഹാവ് എഗ്രീഡ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഹി വുഡ് ബൈ എ കാർ. ഹി വുഡ് ബൈ എ കാർ കോമ ഡാഷ്. ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കിയേ. നോക്കുക, വുഡ് ബൈ ആണ് ഇവിടെ കിടക്കുന്നത്. വുഡ് പ്ലസ് V1 ആണ് കിടന്നത്. മറുഭാഗത്ത് ഏത് പറഞ്ഞു കുട്ടികളെ? വുഡ് പ്ലസ് V1 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് V2 വരാം, അല്ല എങ്കിൽ V2 വരാം, അല്ല എങ്കിൽ ഏതൊക്കെ വരാടോ? V2 വരാം, അല്ല എങ്കിൽ നമുക്ക് പിന്നെ വാസ് വരാം, വേറ് വരാം, അതുപോലെ ഡിഡും വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നൂടെ? അങ്ങനത്തെ ഓപ്ഷൻ ഒന്നുമില്ല. ഇനി അടുത്ത് നോക്കിയേ, നമ്മൾ ഹാഡ് കഴിഞ്ഞിട്ടൊരു നൗൺ വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാണ്ട് വുഡ് പ്ലസ് V1 വരും. നമ്മൾ ഹാഡിന്റെ റൂള് പഠിച്ച ഓർമ്മയുണ്ട? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് നൗൺ വന്നാൽ ഉത്തരം ഏത് പറയണം? വുഡ് ബൈ, ഷുഡ് ബൈ, അല്ലെങ്കിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരാം. നോക്കിയേ, അങ്ങനെ ഇവിടെ ഹാഡ് ആണ്. ഹാഡ് എന്ന് കഴിഞ്ഞാൽ ഇവിടെ വുഡ് ഹാവ് ബോട്ട് ആവണം, വരില്ല. ഇവിടെ ഹാസ് ആണ്, വരില്ല. ഹാവ് ആണ്, വരില്ല. ഹാഡ് ദ മണി, ഹാഡ് പ്ലസ് നൗൺ വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് വുഡ് പ്ലസ് V1. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. ഹി വുഡ് ബൈ എ കാർ. കാരണം എന്താണ്? ഇവിടെ വുഡ് ബൈ വരണമെങ്കിൽ മറുഭാഗത്ത് ഹാഡ് പ്ലസ് നൗൺ വരണം. ഹാഡ് പ്ലസ് നൗൺ. നമുക്ക് ഹാഡ് കഴിഞ്ഞ് ദ മണി എന്ന് പറയുന്നത് നൗൺ ആണ്. ആ റൂൾ എന്ന് പറയുന്നത് ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് നൗൺ. മറുഭാഗത്ത് ഏതാണ്ട് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമുക്ക് വുഡ് പ്ലസ് V1 നടക്കുന്നു. ഉത്തരം കറക്റ്റ് അല്ലേ? അടുത്ത് നോക്കിയേ. ഡാഷ് ദ പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ്. നോക്കിയേ, പോസ്റ്റ്പോൺഡ് തന്നിരിക്കുന്ന ചോദ്യത്തില് വിൽ ബി ആണ്. വിൽ പ്ലസ് V1 വന്നിട്ടുണ്ട്. വിൽ പ്ലസ് V1 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്ടോ? ഇഫ് വരുന്ന ഭാഗത്ത് V1 വരാം, എസ്സിൽ അവസാനിക്കുന്ന വെറുബുകൾ വരാം, അല്ല എങ്കിൽ ഈസ്, ആം, ആറ് ഇവയിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഡു, ഡസ് വരാം, അല്ല എങ്കിൽ ഹാസ്, ഹാവ് വരാം. ഇത് ഏതെങ്കിലും ഓപ്ഷൻ നോക്കിയാൽ മതി. ഒന്നാമത്തെ റെയിൻഡ് V2 ആണ്, വരില്ല. മൂന്നാമത്തെ വാസ് ആണ്, വരില്ല. റെയിൻസ് വരാം, ഉത്തരം വരാം. എസ്സിൽ അവസാനിക്കുന്നു, മറുഭാഗത്ത് വിൽ പ്ലസ് V1 വരാം. ഇനി വിൽ റെയിൻ വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏത് ഓപ്ഷൻ? ഇഫ് ഇറ്റ് റെയിൻസ് ദ പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ്. ഓക്കെ, ഇഫ് ഇറ്റ് റെയിൻഡ് ദ പ്രോഗ്രാം റെയിൻസ് ദ പ്രോഗ്രാം വിൽ ബി പോസ്റ്റ്പോൺഡ്. നോക്ക്, ഇഫ് ഇറ്റ് കഴിഞ്ഞിട്ട് എസ്സിൽ അവസാനിക്കുന്ന വെർബ് വന്നിരിക്കുന്നു. അപ്പോൾ എസ്സിൽ അവസാനിക്കുന്ന വെർബ് വന്ന് മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഐ വുഡിന്റ് ജമ്പ് ഓഫ് ദാറ്റ് റോക്ക്. ഐ വുഡിന്റ് ജമ്പ് ഓഫ് ദാറ്റ് റോക്ക്. തന്നിരിക്കുന്ന ഭാഗം നോക്ക, വുഡ് പ്ലസ് V1 ആണ് കിടക്കുന്നത്. വുഡ് പ്ലസ് V1 ആണ് കിടക്കുന്നത്. ഇപ്പൊ വുഡ് പ്ലസ് V1 എന്ന് പറഞ്ഞെങ്കിൽ മറുഭാഗത്ത് ഏത് പറഞ്ഞ കുട്ടികളെ? V2 വരാം, അല്ല എങ്കിൽ എന്ത് വരാം? ഡിഡ് വരാം, അല്ല എങ്കിൽ വാസ് വരാം, വേറ് വരാം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് വരാം. ഒന്നാമത്തെ നോക്കിയേ, ഇഫ് അയാം ആണ് കിടക്കുന്നത്, വരില്ല. രണ്ടാമത്തേല് ഹാഡ് ബീൻ ആണ് കിടക്കുന്നത്, വരില്ല. ഹാഡ് ബീൻ വരില്ല. മൂന്നാമത്തേല് ഇഫ് ഐ വെയർ, ഐ കഴിഞ്ഞിട്ട് വെയർ വന്നിട്ടുണ്ട്, ഉത്തരം വരാം. അടുത്ത വുഡ് ഹാവ് ആണ് കിടക്കുന്നത്, വരില്ല. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സി ഓപ്ഷൻ ആണ്. ഇഫ് ഐ വെയർ യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഇഫ് ഐ വെയർ യു അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇങ്ങനെയാണ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ, ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ ഐ കോമ ഐ ഡാഷ്. ഇഫ് യു ഹാഡ് ആസ്ക്ഡ് മീ കോമ ഐ ഡാഷ് ടോൾഡ് യു. നോക്കിയേ, ഹാഡ് പ്ലസ് V3 ആണ് കിടക്കുന്നത്. ഹാഡ് കഴിഞ്ഞിട്ട് V3 ആണ് കിടക്കുന്നത്. അപ്പൊ മറുഭാഗത്ത് ഏത് പറഞ്ഞു? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3. ടോൾഡ് എന്ന് പറയുന്ന V3 ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം ഏത് പറഞ്ഞു? വുഡ് ഹാവ് എന്താന്ന് നോക്കിയാൽ മതി. ഒന്നാമത്തെ വിൽ ഹാവ് വരില്ല. വുഡ് മാത്രം കിടക്കുന്നു, വരില്ല. വുഡ് ഹാവ് വരാം, അതുകൊണ്ട് ഹാഡ് വരില്ല. ഉത്തരമായിട്ട് വരുന്നത് വുഡ് ഹാവ്. അടുത്ത ചോദ്യം നോക്കിയേ. കംപ്ലീറ്റ് ദ സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. യു വുഡ് ലുക്ക് ബെറ്റർ ഇഫ് കൊമ ഡാഷ്, കൊമ ഇഫ് കൊമ ഡാഷ്. തന്നിരിക്കുന്നതിൽ കണ്ടല്ലോ, വുഡ് പ്ലസ് V1 ആണ് കിടക്കുന്നത്. വുഡ് പ്ലസ് V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറഞ്ഞു കുട്ടികളെ? വുഡ് പ്ലസ് V1 മറുഭാഗത്ത് ഏത് വരാം? V2 വരാം, അതുപോലെ ഡിഡ് വരാം, വാസ് വരാം, വേറ് വരാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓപ്ഷനിൽ വരണം. നമുക്ക് ഇവിടെ വുഡ് ഹാവ് ആണ് വരുന്നത്, വരില്ല. ഇനി കട്ട് എന്ന് പറയുന്ന V2 ആയിട്ട് ഉപയോഗിക്കുന്നു. കട്ടിന്റെ V2 തന്നെയാണ് കേട്ടോ. അത് ഉത്തരമായിട്ട് വരാം. അടുത്ത കൂടെ നോക്കിയാണ്ടായി യു ഹാവ് ആണ് കിടക്കുന്നത്, ഹാവ് വരില്ല. ഇവിടെ വില്ലാണ് വരുന്നത്, വരില്ല. അപ്പൊ നമുക്ക് ഏത് ഉത്തരം തന്നെയാണ്? യു വുഡ് അല്ലെങ്കിൽ യു കട്ട് യുവർ ഹെയർ അവിടെ ഉത്തരമായിട്ട് വരും. യു കട്ട് യുവർ ഹെയർ. യു വുഡ് ലുക്ക് ബെറ്റർ ഇഫ് യു കട്ട് യുവർ ഹെയർ അവിടെ ഉത്തരമായിട്ട് വരും. കട്ട് എന്ന് പറയുന്നത് V2 കൂടിയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ദ വർക്ക്മെൻ ഹാഡ് നോട്ട് ബീൻ ടയേർഡ് ദേ
ഡാഷ് ദ വർക്ക്. കണ്ടല്ലോ, ഇപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തില് നമുക്ക് ഹാഡ് കഴിഞ്ഞിട്ട് ബീൻ V3 വന്നിരിക്കുന്നു. അപ്പൊ മറുഭാഗത്ത് ഉത്തരം ഏത് പറഞ്ഞാൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓപ്ഷൻ നോക്കിയേ. ഒന്നാമത്തേതില് വുഡ് ഹാവ് കംപ്ലീറ്റഡ് കിടപ്പുണ്ട്. വുഡ് ഹാവ് കംപ്ലീറ്റഡ് ഉത്തരമായിട്ട് വരാം. രണ്ടാമത്തേതില് വുഡ് കംപ്ലീറ്റ് വരില്ല, ഹാവ് ഇല്ല. വിൽ കംപ്ലീറ്റ് വരില്ല, വിൽ ഹാവ് കംപ്ലീറ്റഡ് വരില്ല. ഉത്തരം ഏത്? ഇവിടെ വില്ലാണ് കിടക്കുന്നത്, അതുകൊണ്ട് വരില്ല. ഉത്തരം ഏത് വരുന്നു? ഹാഡ് അല്ലെങ്കിൽ വുഡ് ഹാവ് കംപ്ലീറ്റഡ് ഉത്തരമായിട്ട് വരുന്നു. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിയേ. അടുത്ത് സ്കൂൾ ടെക്സ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തിയ കുറച്ച് ചോദ്യങ്ങളാണ്. SCERTC സ്കൂൾ ടെക്സ്റ്റുകൾ, നമ്മളെ സ്കൂൾ ടെക്സ്റ്റുകളിൽ ഇഫ് ക്ലോസുമായി ബന്ധപ്പെടുത്തി കഴിഞ്ഞ വർഷങ്ങളിലും എന്ത് ചെയ്യുന്നൂടെ അതിൻ്റെ മുമ്പത്തെ വർഷവും ഒക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, ഇഫ് ദേ ഹാഡ് ബീൻ മോർ കെയർഫുൾ, ഇഫ് ദേ ഹാഡ് ബീൻ മോർ കെയർഫുൾ കോമ ദിസ് ഡാഷ്. നോക്ക്, തന്നിരിക്കുന്നതിൽ നിങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു നോക്കിയാണ് കുട്ടികളെ. ഹാഡ് കഴിഞ്ഞിട്ട് ബീൻ വന്നിരിക്കുന്നു, V3 വന്നിരിക്കുന്നു. ഹാഡ് പ്ലസ് V3. മറുഭാഗത്ത് ഏത് പറഞ്ഞു? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഓപ്ഷൻ നോക്കിയേ. വുഡ് നോട്ട്, വുഡ് നോട്ട് ഹാപ്പൻ ഓപ്ഷനിലുണ്ട്. ഇപ്പൊ സ്കൂൾ ടെക്സ്റ്റുകളിൽ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ഒന്നുമില്ല, അവർക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ് വരുന്നത്. അപ്പോൾ അവർ എന്ത് ചെയ്യും? പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഫില്ല് ചെയ്യണം, അത്രയുള്ള കാര്യം. നമ്മൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഓപ്ഷനും കൂടെ തന്ന് എന്ത് ചെയ്യുന്നു? ചെയ്യിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. നോക്കിയേ, വുഡ് നോട്ട് ഹാപ്പൻ ഓപ്ഷനിലുണ്ട്, കാരണം ഹാവ് ഇല്ലാത്തതുകൊണ്ട് ഉത്തരം വരില്ല. വിൽ നോട്ട് ഹാപ്പൻ ഉത്തരം വരില്ല. അടുത്ത വുഡ് ഉണ്ട്, നോട്ട് ഹാവ് V3. കണ്ട, വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ് ഉത്തരമായിട്ട് വരുന്നു. ഹാഡ് പ്ലസ് V3 വരുന്നുണ്ട്. നണ്ണ് ഉത്തരം വരില്ല. ഓപ്ഷൻ ഏതാണ് കുട്ടികളെ? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു ഡാഷ് എ ലിറ്റിൽ ഏർലിയർ യു കുഡ് മീറ്റ് ഹെർ. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യത്തില് ഇപ്പൊ ഇഫ് വരുന്ന ഭാഗമാണ് ഫില്ല് ചെയ്യേണ്ടത്. മറുഭാഗത്തെ പ്രത്യേകമാണ് കുഡ് മീറ്റ് ആണ് കിടക്കുന്നത്. കുഡ് പ്ലസ് V1. അപ്പൊ മറുഭാഗത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇഫ് വരുന്ന ഭാഗത്ത് ഏത് പറഞ്ഞു? V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വരാം, അല്ലെങ്കിൽ വാസ്, അല്ലെങ്കിൽ വേർ വരാം. ചോദ്യം പറഞ്ഞ് ഉത്തരം പറഞ്ഞു നോക്കിയേ. ഒന്ന് അറൈവ്, അറൈവ് V1 ഉത്തരം വരില്ല. അറൈവ്ഡ് V2 ഉത്തരം വരാം. ഹാസ് അറൈവ്ഡ് വരില്ല. ഹാഡ് അറൈവ്ഡ്, ഹാഡ് പ്ലസ് V3 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത്? കുഡ് ഹാവ് വരണം. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഏതാണ് കുട്ടികളെ? ബി ഓപ്ഷൻ അറൈവ്ഡ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ ലോസ് ഓൾ മൈ മണി, ഇഫ് ഐ ലോസ് ഓൾ മൈ മണി ഐ ഡാഷ് ഇൻ ട്രബിൾ. കണ്ടല്ലോ, ലോസ് എന്ന് പറയുന്നത് V1 ആണ്. ലോസ് എന്ന് പറയുന്നത് V1. ഓക്കെ, V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏത്? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1. നമുക്ക് വുഡ് ബി അവിടെ ഓപ്ഷനിലുണ്ട്, വിൽ ബി ഉണ്ട്. അടുത്തപോലെ വുഡ് ഹാവ് ബീൻ ഉണ്ട്. നൺ ഓഫ് ദീസ്. ഏത് ഉത്തരം കുട്ടികളെ? വിൽ ബി അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ V1 വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് പറയണം? വില്ല്, വുഡ് അല്ലെങ്കിൽ വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് മൈ ഫ്രണ്ട്സ് ഗെറ്റ്സ് ഇൻ ടു ട്രബിൾ ഐ ഡാഷ് ഹിം. കണ്ടല്ലോ, ചോദ്യത്തില് നമുക്ക് ഫ്രണ്ട്സ് ഗെറ്റ്സ് എന്ന് പറയുന്ന എസ്സിൽ അവസാനിക്കുന്ന വെർബ്, എസ്സിൽ അവസാനിക്കുന്ന വെർബ് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം വരണം കുട്ടികളെ? ഏത് ഉത്തരം വരണം? V1 വരാം, അല്ല എങ്കിൽ വില്ല് വരാം, ഷാള് വരാം, ക്യാൻ വരാം, മേ വരാം പ്ലസ് V1. ഓക്കെ, ഓപ്ഷനിൽ വുഡ് ഹെൽപ്പ് വരില്ല, വിൽ ഹെൽപ്പ് വരാം. ഇനി നോക്കുക, വുഡ് ഹാവ് ഹെൽപ്ഡ് വരില്ല. വിൽ ഹെൽപ്ഡ്, ഇവിടെ ഹെൽപ്ഡ് എന്ന് പറഞ്ഞ V2 ആണ്, അതും വരില്ല. അപ്പൊ നമുക്ക് വിൽ ഹെൽപ്പ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. വിൽ പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് എ ക്യാറ്റ് പാസസ്, ഇഫ് എ ക്യാറ്റ് പാസസ് ഇൻ ഫ്രണ്ട് ഓഫ് സംബഡി ഷീ ഡാഷ് സം ഡേഞ്ചർ. കണ്ടല്ലോ, ക്യാറ്റ് പാസസ്, പാസസ് എന്ന് പറയുന്നത് എസ്സിൽ അവസാനിക്കുന്ന വെർബ്. V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കുട്ടികളെ? മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. നോക്കിയ ഓപ്ഷനിൽ വിൽ ഫേസ് ഓപ്ഷനിലുണ്ട്, വുഡ് ഫേസ് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് ഫേസ്ഡ് ഉണ്ട്, നണ്ണ്. ഉത്തരം ഏത് വരുന്നൂടെ? വിൽ ഫേസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഏത് വരുന്നു? വിൽ ഫേസ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് ദ ഫസ്റ്റ് റാങ്ക്. കണ്ടല്ലോ, സ്റ്റഡി എന്ന് പറയുന്നത് V1 ആണ്. V1 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്? വില്ല്, ഷാള്, ക്യാൻ, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. നോക്ക്, ഒന്നാമത്തെ വുഡ് ഗെറ്റ് വരില്ല, വിൽ ഗെറ്റ് ഉത്തരമായിട്ട് വരാം. വുഡ് ഹാവ് ഗോട്ട് വരില്ല, വിൽ ഗോട്ട് വരില്ല.
ഗോട്ട് എന്ന് പറയുന്നത് V2 ആൻഡ് V3 ആണ്, അതുകൊണ്ട് അത് വരില്ല. ഉത്തരമായിട്ട് ഏത് വരുന്നു ഇവിടെ? വിൽ ഗെറ്റ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. എന്ത് വരുന്നു? വിൽ ഗെറ്റ്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഹെലൻ കംസ് ഏർലി വി ഡാഷ് ദ ക്ലാസ്. വി ഡാഷ് ദ ക്ലാസ്. കണ്ടല്ലോ, കംസ് എന്ന് പറയുന്ന എസ്സിൽ അവസാനിക്കുന്ന വെറും വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്? വില്ല്, ഷോള്, ക്യാന്, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരണം. ഒന്നാമത്തെ ഓപ്ഷനിൽ വുഡ് സ്റ്റാർട്ട് ഓപ്ഷനിലുണ്ട്, വിൽ സ്റ്റാർട്ട് ഓപ്ഷനിലുണ്ട്, വുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഓപ്ഷനിലുണ്ട്, നണ്ണ്. ഏത് വരുന്നു ഇവിടെ? വിൽ സ്റ്റാർട്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, കംസ് എസ്സിൽ അവസാനിക്കുന്ന വെർബ് എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്? വില്ല്, ഷോള്, ക്യാന്, മേ പ്ലസ് V1 ഉത്തരമായിട്ട് വരും. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഇറ്റ് റെയിൻഡ്, ഇഫ് ഇറ്റ് റെയിൻഡ് യു ഡാഷ് വെറ്റ്. ഇഫ് ഇറ്റ് റെയിൻഡ് യു ഡാഷ് വെറ്റ്. കണ്ടല്ലോ, റെയിൻഡ് എന്ന് പറഞ്ഞ V2 ആണ് കുട്ടികളെ, V2 ആണ്. ഇപ്പൊ V2 എന്ന് പറഞ്ഞാൽ മറുഭാഗത്ത് ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നമുക്ക് ഒന്നാമത്തേൽ വിൽ ഗെറ്റ് ഉണ്ട്, രണ്ടാമത്തേൽ വുഡ് ഗെറ്റ് ഉണ്ട്, മൂന്നാമത്തേൽ വുഡ് ഹാവ് ഗോട്ട് ഉണ്ട്, നാലാമത്തെ നണ്ണ്. ഏത് വരുന്നു ഇവിടെ? വുഡ് ഗെറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. വുഡ് ഗെറ്റ് വെറ്റ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഐഡന്റിഫൈ ദ എറർ സെന്റൻസ്. താഴെ തന്നിരിക്കുന്നതിൽ എറർ ആയിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ചോദ്യം ഇതാണ്. ഇഫ് ദ, അപ്പൊ നമ്മൾ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഇഫ് ദ പീപ്പിൾ കംപ്ലൈൻഡ്, ഇഫ് ദ പീപ്പിൾ കംപ്ലൈൻഡ് ഐഡന്റിഫൈ ദ എറർ സെന്റൻസ്. തെറ്റായിട്ടുള്ള സെന്റൻസ് അല്ലേ? അപ്പൊ ഇഫ് ദ പീപ്പിൾ കംപ്ലൈൻഡ് തിങ്സ് വുഡ് ബി ബെറ്റർ. കണ്ടല്ലോ, കംപ്ലൈൻഡ് എന്ന് പറയുന്നത് V2 ആണ്. V2 എന്ന് കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് പറയണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നോക്ക്, വുഡ് പ്ലസ് ബി, വുഡ് പ്ലസ് ബി, ബി എന്ന് പറഞ്ഞാൽ V1 തന്നെയാണ്. അപ്പം ഉത്തരം ശരി. ആ സെന്റൻസിൽ തെറ്റില്ല. രണ്ടാമത് നോക്കിയേ. ഇഫ് ദേ പ്ലേഡ് വെല്. പ്ലേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? V2 ആണ്. മറുഭാഗത്ത് ഏത് പറയണം? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. നോക്ക്, വുഡ് വിൻ അവിടെ വന്നിട്ടുണ്ട്. ഇഫ് ദേ പ്ലേഡ് വെല് ദേ വുഡ് വിൻ ദ മാച്ച്. തെറ്റില്ല, ആ സെന്റൻസും ശരിയാണ്. അടുത്ത് എറർ ആയിട്ടുള്ള സെന്റൻസ് ആണ് കണ്ടെത്തേണ്ടത്. അടുത്ത് നോക്കിയേ. ഇഫ് ഐ ഗോ ദെയർ. ഗോ എന്ന് പറഞ്ഞ V1 ആണ്. മറുഭാഗത്ത് ഏത് പറഞ്ഞു? വില്ല്, ഷോള്, ക്യാൻ, മേ പ്ലസ് V1. നമുക്ക് ഇവിടെ വുഡ് ആണ് കിടക്കുന്നത്. ഈ സെന്റൻസ് തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതാണ് ഉത്തരം? തെറ്റായിട്ടുള്ള സെന്റൻസ് കണ്ടെത്തി. ഇനി അടുത്തതും കൂടെ നോക്കാം. ഇഫ് ഐ ഹാഡ് മണി ഐ വുഡ് ഹാവ് ബോട്ട് എ കാർ. കണ്ടല്ലോ, രണ്ട് ഹാഡ് കഴിഞ്ഞിട്ട് മണി നൗൺ വന്നു കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. നോക്കടോ, വുഡ് ഹാവ് പ്ലസ് V3, അതും ശരിയാണ്. അപ്പൊ നമുക്ക് തെറ്റായിട്ടുള്ള സെന്റൻസ് സി ഓപ്ഷൻ ആണ്. ഇഫ് ഐ ഗോ ദെയർ ഐ വുഡ് സീ ഹിം. ഇവിടെ വില്ലാണ് വന്നിരുന്നെങ്കിൽ അത് ശരിയായേനെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇഫ് ക്ലോസ് വളരെ ഭംഗിയിൽ തന്നെ നമ്മൾ പഠിച്ചു തീർത്തു. അപ്പൊ നമ്മൾ ഇഫ് ക്ലോസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കി സ്കൂൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ്, സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള സ്കൂൾ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി എല്ലാവരും എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക? കണ്ട് മനസ്സിലാക്കി എടുക്കുക. അതേപോലെ നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ഓക്കെ ആണല്ലോ. താങ്ക് യു.